സ്നേഹാദരവുകൾ നിറഞ്ഞ ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിംകളെ, ഖാളി കർമ്മശാസ്ത്ര വായനകൾ. ഖളാഉമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കേണ്ടത്. അത് വായിച്ചു തുടങ്ങുകയാണ്. നീണ്ട ആമുഖത്തിനൊന്നും സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. നമുക്കറിയാം, ഖാളിയും ഖളാഉമൊക്കെ വർത്തമാന സാഹചര്യത്തിലും ചരിത്രത്തിലുമൊക്കെ വലിയ ഇടം നേടിയിട്ടുള്ള വിശുദ്ധ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരു വിശദമായ സംസാരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഖളാഉമായി ബന്ധപ്പെട്ട മർമ്മമായ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഖളാഅ് എന്നതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിവക്ഷ നമ്മുടെ കർമ്മശാസ്ത്ര ഇമാമുകൾ വിശദീകരിച്ചത് കാണാം. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജ് ബാബുൽ ഖളാഇൻ്റെ തുടക്കത്തിൽ 10:101 അൽ ഖളാഉ ശർഅൻ അൽ വിലായത്തുൽ ആത്തിയ അവിൽ ഹുക്മുൽ മുത്തറത്തിബു അലൈഹ ഔ ഇൽസാമു മൻ ലഹുൽ ഇൽസാമു ബിഹുക്മിൻ ശർഇയ്യ ബിഹുക്മി ശർഇ. നമ്മുടെ ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയമായി നിയമാനുസൃതമായി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആ അധികാരം, ആ സ്ഥാനം, അതിനെക്കുറിച്ച് ഖളാഅ് എന്ന് പറയും. അദ്ദേഹം നടത്തുന്ന വിധി പ്രസ്താവനകൾക്ക്, തീരുമാനങ്ങൾക്ക് ഖളാഅ് എന്ന് പറയും. ഔ ഇൽസാമു മൻ ലഹുൽ ഇൽസാമു ബിഹുക്മി ശർഇ. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് മൂന്നാമതായി കൊടുത്ത അർത്ഥം അതാണ്. ശരീഅത്തിൻ്റെ ഒരു വിധി അറിയിക്കാനും അത് നടപ്പിൽ വരുത്താനും ഇസ്ലാമിക നിയമപ്രകാരം അധികാരമുള്ള, അനുവാദമുള്ള, യോഗ്യനായ ഒരു വ്യക്തി ശരീഅത്തിൻ്റെ നിയമം വ്യക്തമാക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതിനുമാണ് ഖളാഅ് എന്ന് പറയുക. ഇൽസാമു മൻ ലഹുൽ ഇൽസാമു ബിഹുക്മി ശർഇ. മുഫ്തിയും ഖാളിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുഫ്തി ശരീഅത്തിൻ്റെ വിധി വ്യക്തമാക്കുക, അറിയിച്ചു കൊടുക്കുക എന്നതാണ് ഇഫ്താ. ശരീഅത്തിൻ്റെ വിധി ചോദിക്കപ്പെടുന്ന വിഷയങ്ങളിൽ, ആവശ്യമായ വിഷയങ്ങളിൽ ശരീഅത്തിൻ്റെ വിധി ഇന്നതാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുക എന്നതാണ് ഇഫ്താ. അങ്ങനെ വ്യക്തമാക്കി കൊടുക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് മുഫ്തി എന്ന് പറയുക. ഖാളി എന്ന് പറയുമ്പോൾ വിധി പ്രസ്താവന നടത്തുക മാത്രമല്ല, അത് നടപ്പിൽ വരുത്തുക എന്നൊരു ഉത്തരവാദിത്വവും അതിനുള്ള അധികാരവും ഉണ്ട്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫ 10:102 10:101 ഖളാഇൻ്റെ മഅന പറഞ്ഞപ്പോൾ ഇൽസാമു മൻ ലഹുൽ ഇൽസാമു ബിഹുക്മി ശർഇ എന്ന് പറഞ്ഞിടത്ത് ഫഖറജൽ ഇഫ്താഉ എന്ന് പറഞ്ഞതിന് പുറമെ 10:102 ഖാളിയും മുഫ്തിയും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുന്നുണ്ട്. വല്ലദീ യസ്തഫീദു, ഖാളിക്ക് ലഭിക്കുന്ന സ്ഥാനം, അധികാരം, നിയമാനുസൃതമായ ആ സ്ഥാനത്തിലൂടെ ലഭിക്കുന്ന അധികാരം, ഇൽഹാറു ഹുക്മി ശർഇ വ ഇംലാഉഹു ഫീമാ റുഫിഅ ഇലൈഹി. വിധിക്ക് വേണ്ടി തന്നെ സമീപിച്ച പ്രശ്നങ്ങളിൽ, കേസുകളിൽ, പ്രശ്നങ്ങളിൽ ശരീഅത്തിൻ്റെ വിധി ഇന്നതാണെന്ന് വെളിപ്പെടുത്തുകയും വിധി പ്രസ്താവന നടത്തുകയും വ ഇംലാഉഹു അതിനെ നടപ്പിൽ വരുത്തുകയും ചെയ്യുക. അപ്പം ഖാളി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുദ്ഹിറും മുംലിയുമാണ്. ഇൽഹാറും ഇംലാഉം ചെയ്യുന്നവനാണ്. ബിഖിലാഫിൽ മുഫ്തി ഫഇന്നഹു മുദ്ഹിറുൻ ലാ മുംലി. മുഫ്തി മുദ്ഹിറാണ്, മുംലി അല്ല.
മുഫ്തിക്ക് ഇദ്ഹാറുൽ ഹുക്കുമാണുള്ളത്, ഇംലാഉൽ ഹുക്കുമ ഇല്ല. ഖാലി ഇദ്ഹാറുൽ ഹുക്കുമും ഇംലാഉൽ ഹുക്കുമും നടത്തേണ്ട ആളാണ്. അപ്പം ഖാലി മുദ്ഹിറുമാണ്, മുംലിയുമാണ്. അതിനു പുറമെ മുഫ്തിയും ഖാലിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വേറെയും മനസ്സിലാക്കാം. ഖാലി കൃത്യമായ യോഗ്യത ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ ഖാലിയാകൂല. യോഗ്യത ഉണ്ടെങ്കിൽ പോലും ഖാലിയായി നിയമിക്കേണ്ടവർ അദ്ദേഹത്തെ നിയമനം ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഖാലിക്ക് ഒരു മുവല്ലിയും ഒരു തൗലിയത്തും വേണം. ഞാൻ നമ്മുടെ കിതാബി ഭാഷയിൽ തന്നെയാണ് പറയുന്നത്. ഖാലിക്ക് മുവല്ലിയും തൗലിയത്തും വേണം. ഖാലിയെ ഖാലിയായി നിയമിക്കുന്ന വ്യക്തിയും നിയമനവും നടക്കണം, എങ്കിലേ ഖാലിയാകും. യോഗ്യത ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഖാലിയാകൂല. അതേസമയം മുഫ്തിക്ക് കൃത്യമായ ഇൽമും അതിൻ്റെ ശരിയായ രൂപത്തിലുള്ള ഇൽമും യോഗ്യതയും ഉണ്ടെങ്കിൽ മുഫ്തിയായി പ്രത്യേകം നിയമിക്കേണ്ട ഒരാൾ ആവശ്യമില്ല, ഒരു പ്രത്യേക നിയമനവും ആവശ്യമില്ല. അതേ സമയത്തിൽ ചില രാജ്യങ്ങളുടെ കീഴ്വഴക്കപ്രകാരം പഴയ കാലങ്ങളിലും സുൽത്താൻമാർ, ഭരണാധികാരികൾ, ഭരണ സംവിധാനങ്ങൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ ചിലരെ അവരുടെ ഔദ്യോഗിക മുഫ്തിയായി പരസ്യപ്പെടുത്താറുണ്ട്. അതേസമയം ഇസ്ലാമിക നിയമത്തിൽ ഒരാൾക്ക് ഫത്വ നൽകണമെങ്കിൽ അതിനാവശ്യമായ ഇൽമും യോഗ്യതയും വേണമെന്നല്ലാതെ മുഫ്തിക്ക് ഒരു തൗലിയത്ത്, നിയമനം, ഒരു മുവല്ലി, ഒരു നിയമിക്കുന്ന ആൾ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മുഫ്തിക്കൊരു നിശ്ചിത പ്രദേശത്തിൻ്റെ അതിർവരമ്പുകളില്ല. ഒരു മുഫ്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് രാജ്യത്താവുമ്പോഴും എവിടെയാകുമ്പോഴും അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ വിധികൾ പരസ്യപ്പെടുത്താവുന്നതാണ്. ചോദിക്കപ്പെട്ട വിഷയങ്ങളിൽ ഫത്വ നൽകാവുന്നതാണ്. ഖാദിക്ക് നിയമനം വേണം, നിയമിക്കുന്ന ഒരാളുണ്ട്, നിയമനം വേണം. തന്നെ ഖാദിയായി നിയമിക്കപ്പെട്ട ആ ഭൂപ്രദേശത്തിൻ്റെ പരിധിയിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഖളാ എന്ന സംഗതി നടത്താൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ആവശ്യമായ വിശദീകരണം ഞാൻ പറയും. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഖളാഇൻ്റെ അർത്ഥതലങ്ങളിലേക്ക് സൂചന നൽകി ഇബ്നു ഹജർ റഹിമത്തുള്ളാഹി ഇബാറത്ത് വായിച്ച് കേൾപ്പിച്ചു. തുഹ്ഫ ബാബുൽ ഖളാഇൻ്റെ തുടക്കത്തിലുണ്ട്, നിങ്ങളതൊക്കെ ക്രോഡീകരിക്കേണ്ടതാണ്. പിന്നീട് ഞാൻ വെളിപ്പെടുത്തിയത് മുഫ്തിയും ഖാലിയും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം പറഞ്ഞത് എന്താ? ഖാലി മുളിഹിറുമാണ്, മുംലിയുമാണ്. മുംലി എന്നതിന് പകരം മുനഫിദ് എന്ന് നിങ്ങൾക്ക് പറയാം. വിധി നടത്തുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യാനുള്ള അധികാരമുള്ള ആളാണ് ഖാദി. മുഫ്തി മുളിഹിർ മാത്രമാണ്, മുംലി അല്ല. അതിന് പുറമെ ഞാൻ രണ്ട് വ്യത്യാസങ്ങൾ കൂടി പരിചയപ്പെടുത്തി. ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ ഒരു നാട്ടിൽ ഖാദി നിർബന്ധമാണ്. ഖാദി നിർബന്ധമാണ്. അടിസ്ഥാനപരമായ നിയമമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ ഖാദി കേവലം മാസമുറപ്പിക്കാനുള്ളൊരു വ്യക്തി മാത്രമല്ല. ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ ഖാദി ഒരു ജഡ്ജി, പൂർണ്ണാർത്ഥത്തിൽ ഒരു ജഡ്ജിയുടെ പവറുണ്ട്, ജഡ്ജിയാണ്. ഇസ്ലാമിക ജുഡീഷ്യറിയുടെ പ്രധാന റോളാണ് ഖാദി നിർവഹിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക സംവിധാനത്തിൽ ഒരു നാട്ടിൽ ഖാദി നിർബന്ധമാണ്. ഇമാമുൽ ആളം എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണ സംവിധാനത്തിലെ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം കൈകാര്യം ചെയ്യുന്ന അൽ ഇമാമുൽ ആളം. ഇസ്ലാമിക സംവിധാനത്തിൽ മുസ്ലിങ്ങൾക്ക് നേർക്കുനേരെ പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു ഇമാമുൽ ആളമേ ഉണ്ടാകൂ. അടിസ്ഥാനപരമായ രണ്ട് ഇമാമുൽ ആളം ഇല്ല. ആ ഇമാമുൽ ആളമിന് ഖാദി ചെയ്യുന്നതിലപ്പുറം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒത്തിരിയുള്ളത് കൊണ്ട് ഇമാമുള്ള സാഹചര്യത്തിലും ഇമാമുൽ ആളം ഖാദിയെ നിയമിക്കും. അപ്പം ഖാദി നിർബന്ധമാണ് ഇസ്ലാമിക സാഹചര്യത്തിൽ. നമ്മുടെ കിതാബുകളിൽ പറഞ്ഞത് കാണാം. ഖാദി ഫർള് ഐനാണ്, ഖാദിയെ നിയമിക്കൽ ഫർള് ഐനാണ്. ഖാദി ഇല്ലാതെ പറ്റില്ല. തുഹ്ഫയിൽ തന്നെ തുഹ്ഫ 10:102 ഫതുഹുൽ മുഈനിലും ഖളാഇൻ്റെ ബാബിൽ കാണാം. വലാ യജൂസു ഇഖ്ലാഉ മസാഫത്തിൽ അദ്വ
അൻ ഖാലിൻ ഔ ഖലീഫത്തിൻ ലഹു. മസാഫത്തുൽ അദ്വ എന്ന് പറയുന്ന ഒരു ദൂരപരിധിക്കുള്ളിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടമാണെങ്കിൽ അവിടെ ഖാലി നിർബന്ധമാണ്. ഖാലിയോ ഖാലിയുടെ പ്രതിനിധിയോ മസാഫത്തുൽ അദ്വയുടെ പരിധിക്കുള്ളിൽ ഉണ്ടാവണം. മസാഫത്തുൽ അദ്വ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം പറഞ്ഞാൽ നമ്മുടെ മസാഫത്തുൽ ഖസ്ർ, മുത്താലിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ് മസാഫത്തുൽ ഖസ്ർ, ജംഉം ഖസ്റും ആക്കാൻ ആവശ്യമായ ദൂരപരിധി. മസാഫത്തുൽ ഖസ്റിൻ്റെ ഏകദേശം ഒരു പകുതി വരുന്ന ദൂരപരിധിക്കാണ് മസാഫത്തുൽ അദ്വ എന്ന് പറയുക. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മസാഫത്തുൽ അദ്വ എന്ന് പറഞ്ഞാൽ കിതാബുകളിൽ പറയുന്നത് കാണാം, നമ്മൾ ഇവിടെ നിന്ന് രാവിലെ പുറപ്പെട്ട് ഖാദിയുടെ അടുത്ത് പോയി ആവശ്യമായ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തി രാത്രിയുടെ തുടക്കം രാത്രിയുടെ ആദ്യ സമയത്ത് നമുക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു ദൂരം. ഇപ്പം രാവിലെ അങ്ങോട്ട് പോകുന്നു, രാത്രിയാകുമ്പോഴത്തിന് ഇങ്ങോട്ട് തിരിച്ചെത്തുന്നു. ഇങ്ങനെയുള്ള ഒരു ദൂരപരിധി അത് ചുറ്റുഭാഗത്തേക്കും വരും. ഇപ്പം നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്ന് രാവിലെ പോയി, ഞാൻ ലളിതമായ രൂപത്തിലേ പറയുന്നുള്ളൂ, ചില വിശദീകരണങ്ങൾ ചേർക്കുന്നില്ല. രാവിലെ പുറപ്പെട്ടു, ഖാദിയും ആ സ്ഥലത്തെത്തി, ഖാദിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ വിധികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വൈകുന്നേരം രാത്രി ഒരു ഉറങ്ങണ സമയമൊക്കെ ആകുന്നതിന് മുമ്പായി ഇങ്ങോട്ട് തിരിച്ചെത്താവുന്ന ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരപരിധി. അതൊരു വൃത്തമായി നമുക്ക് ചുറ്റുഭാഗത്തേക്കും കാണാം, ഒരു ഭാഗത്തേക്ക് മാത്രമല്ലല്ലോ. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള മസാഫത്തുൽ അദ്വ. ഈ മസാഫത്തുൽ അദ്വ ദൂരപരിധിക്കുള്ളിൽ ഒരു ഖാദി ഇല്ലെങ്കിൽ, തൽക്കാലം ഖാദി പുറത്താണെങ്കിൽ ഖാദിയുടെ പ്രതിനിധിയെങ്കിലും അവിടെ ഉണ്ടാവൽ നിർബന്ധമാണ്. വലാ യജൂസു ഇഖ്ലാഉ മസാഫത്തിൽ അദ്വ അൻ ഖാദിൻ ഔ ഖലീഫത്തിൻ ലഹു. ഫതുഹുൽ മുഈനിൽ ബാബുൽ ഖളാഇൻ്റെ ആദ്യ ഭാഗത്തുണ്ട്, തുഹ്ഫ 10-ാം വാള്യം 102-ാം പേജ്. മസാഫത്തുൽ അദ്വ ചെറിയ ഒരു തോതിൽ ഞാൻ പരിചയപ്പെടുത്തി വിശദീകരിക്കുന്നില്ല. തുഹ്ഫ 10-ാം വാള്യം 186-ാം പേജിൽ മസാഫത്തുൽ അദ്വയുടെ നിർവചനം വ്യക്തമാണ്. മസാഫത്തുൽ അദ്വ പരിധിയിലാണ് ഖാദി നിർബന്ധമാണ്. മസാഫത്തുൽ അദ്വയുടെ നിർവചനം തുഹ്ഫ 10 186-ാം പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക അടിസ്ഥാന നിയമമനുസരിച്ച് മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പറഞ്ഞ മസാഫത്തുൽ അദ്വ പരിധിയിൽ ഖാദി ഉണ്ടാവൽ നിർബന്ധമാണ്. ഖാദിനെ നിയമിക്കേണ്ടത് ആരാണെന്ന് ചെറിയ തോതിൽ ഞാൻ ഇൻഷാ അല്ലാഹ് പറയും. ഖാദി ഇല്ലാത്തൊരു നാട്ടിൽ മുസ്ലിങ്ങൾ താമസിച്ചുകൂടാ എന്നാണ് അടിസ്ഥാന നിയമം. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫതാവൽ കുബറ 4-ാം വാള്യം 299 വ്യക്തമാക്കുന്നത് കാണാം. വമാ ദക്കറ മിൻ തഅസീമി ജമീഇ അഹ്ലിൽ അദ്ലി വൽ അഖ്ദി ബിതർക്കി നസ്ബി ഹാക്കിമിൻ യഹ്കുമു ബൈനന്നാസി ഫീ ബിലാദിഹിം. മുസ്ലിങ്ങളുള്ള നാട്ടിൽ ഖാദി വേണം. ഖാദി നിയമിക്കാതിരുന്നാൽ, ഒരു ഖാദിയെ ഏർപ്പെടുത്താതിരുന്നാൽ ആ നാട്ടിൽ അഹ്ലുൽ അദ്ലി വൽ അഖ്ദ് കൈകാര്യകർത്താക്കൾ മൊത്തം കുറ്റക്കാരായി മാറും എന്ന് നിങ്ങൾ ചോദ്യത്തിൽ ഉദ്ധരിച്ച ആ മുഫ്തി നൽകിയ ഫത്വ മുത്തജിഹുൻ, അത് ശരിയാണ്, അംഗീകൃതമാണ്. വമാ ദക്കറ മിൻ ഉജൂബിൽ ഹിജ്റത്തി മിൻ ബലദിൻ ലാ ഹാകിമ ലഹു ഫീഹി യുഅയ്യിദുഹു ഖൗലുൽ വസ്സാലി ലാ തജൂദുൽ ഇഖാമത്തു ബി ബലദിൻ ലാ മുഫ്തിയ ഫീഹി. ഫതാവൽ കുബ്ര 4299. മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അജൂബത്തുൽ അജീബയിലും ഖളാഇൻ്റെ ബാബിൽ വിശദമായി അല്ലാമ അബ്ദുള്ള മഖ്റൂം റളിയല്ലാഹുവിൻ്റെ ഫത്വ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ദീർഘമായി ഇങ്ങനെ പറഞ്ഞ് കാണാം, ഇസ്ലാമിക ഭരണ സംവിധാനം എല്ലാത്തിടത്തും ആ ഭരണാധികാരികളുടെ അനുവദിക്കുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അവിടെ ഒരു ഖാദിയെ നിശ്ചയിക്കേണ്ടതാണ്. ഭരണാധികാരികളുടെ അനുവാദമില്ല, ഖാദി നിയമനത്തിന് അവർ തടസ്സമാണ്, അവരുടെ അംഗീകാരമില്ലാതെ ഖാദിയെ നിശ്ചയിച്ചാൽ അത് വലിയ ഫിത്നകൾക്കിടമാകും എങ്കിൽ ആ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് ലാക്കിൻ ഇദാ അഫ്ള ഇലാ തഅത്തുലിൽ അഹ്കാമി ഫീ ദാലിക ബിസബബി മാ ദുക്കിറ ലം യജുദ് ലിൽ മുസ്ലിമീന അൽ ഇഖാമത്തു ഹുനാക
ബൽ യജിബു അലൈഹിമുൽ ഇന്തിഖാലു ഇലാ മക്കാനിൻ തതഹയ്യഉ ലഹും ഫീഹി ദാലിക അൽ അജീബത്തുൽ അജീബ. ഖാദിയുടെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമ സംവിധാനത്തിൽ മസാഫത്തുൽ അദുവ പരിധിക്കുള്ളിൽ ഖാദി നിർബന്ധമാണെന്നും ഖാദിയെ നിശ്ചയിക്കാതിരുന്നാൽ നിശ്ചയിക്കേണ്ടവരാരാണോ അവർ ഖാദി നിയമനം നടത്താതിരുന്നാൽ അവർ കുറ്റക്കാരാകുമെന്നുമുള്ള ഇബാറത്തുകൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. അതിൻ്റെ കാരണം പൊതുവെ മനുഷ്യർ ജീവിക്കുമ്പോൾ കൃത്യമായി സ്വയം നീതി പാലിക്കുക, അക്രമമില്ലാത്തൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാവുക എന്നത് സ്വയം എല്ലാവരും ഉറപ്പുവരുത്തിക്കൊള്ളണമെന്നില്ല. സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലക്ക് അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥ വരരുത്, നിയമവാഴ്ചയുടെ ഒരവസ്ഥ വരരുത്, ഒരരാജകത്വം വരരുത്. അവിടെ കൃത്യമായി നിയമം ശരിയായ രൂപത്തിൽ വിധി പ്രസ്താവന നടത്താനും അത് നടപ്പിൽ വരുത്താനുള്ളൊരു സംവിധാനം ആവശ്യമാണ് എന്നതാണ് ഖളാഇൻ്റെ അത് നിർബന്ധമാണ് എന്നതിൻ്റെ അടിസ്ഥാന കാരണം. ഇരിക്കട്ടെ, ഖാദിയെ നിയമിക്കേണ്ടത് ആരാണ്, നിശ്ചയിക്കേണ്ടത് ആരാണ്? ഖാദിയെ അടിസ്ഥാനപരമായി ഖാദിയെ നിശ്ചയിക്കേണ്ടത് അൽ ഇമാമുൽ ആളം എന്ന് പറയുന്ന ഭരണത്തലവനാണ്. ഇസ്ലാമിക സംവിധാനത്തിൽ ഖാദിയെ നിയമിക്കേണ്ടത് അൽ ഇമാമുൽ ആളം. ഇമാമുൽ ആളം ഇല്ലാത്ത സാഹചര്യത്തിൽ നാട്ടിൽ ആളുകളുടെ ഭരണം നടത്തുന്ന, ആളുകളെ നിയന്ത്രിക്കുന്ന, എല്ലാവരും അനുസരിക്കാൻ നിർബന്ധിതരായിത്തീരുന്ന ദുശ്ശൗക്കത്ത് ഒരു അധികാര കേന്ദ്രം, അതൊരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരാണ് നിശ്ചയിക്കേണ്ടത്. മജാദായിട്ട് അതിനെക്കുറിച്ചും ദുശ്ശൗക്കത്തിനെ കുറിച്ചും നമ്മുടെ ഫിഖ്ഹിൽ ഇമാമുൽ ആളം എന്ന് ഉപയോഗിക്കും. ഞാനത് വിശദീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെയും അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകളിൽ സ്വാധീനം ഉള്ള, അവിടെ ആളുകളാൽ അനുസരിക്കപ്പെടുന്ന ആജ്ഞാശേഷിയുള്ള പണ്ഡിതന്മാരും കാരണവന്മാരും ഉലമാവും ഉമറാവും ചേർന്നാണ് ഖാദിയെ നിയമിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഖാദിയെ നിയമിക്കേണ്ടത് ഇമാമുൽ ആളമാണ്. ഇമാമുൽ ആളമില്ലാത്ത നമ്മുടെ നാട്ടിലെയൊക്കെ സാഹചര്യത്തിൽ അതാത് നാട്ടിലെ കൈകാര്യകർത്താക്കളും അവിടെ നേതൃത്വം നൽകുന്നവരും ആജ്ഞാശേഷിയുള്ളവരും സ്വാധീനമുള്ളവരും അനുസരിക്കപ്പെടുന്നവരുമായ ആളുകളാണ് ഖാദിയെ നിയമിക്കേണ്ടത്. ഞാൻ അതിൻ്റെ 1-2 ഉദ്ധരണികൾ പെട്ടെന്ന് വായിച്ചു പോകാം. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹഫ 10-102 പറയുന്നു, അമ്മാ തഖ്ലീദുഹു, ഖാദിയെ നിയമിക്കൽ, ഫർളു ഐനിൻ, അത് ഫർളു ഐനാണ് അലൽ ഇമാമി, ഇമാമുൽ ആളമിൻ. ഖാദിയെ നിയമിക്കുക എന്നത് ഇമാമുൽ ആളമാണ് നിർവഹിക്കേണ്ടത്. അത് ഇമാമുൽ ആളമിൻ്റെ നിർബന്ധ ബാധ്യതയാണ്. 10-105 വീണ്ടും തുടർന്ന് പറയുന്നു, അൽ മുവല്ലീലിൽ ഖാദി, ഖാദിയെ നിയമിക്കേണ്ടത് അൽ ഇമാമു, ഇസ്ലാമിക ഭരണാധികാരിയായ ഇമാമുൽ ആളമാണ്. ഔ നായിബുഹു, അല്ലെങ്കിൽ ഇമാമുൽ ആളമിൻ്റെ നായിബാണ്. ഇമാമുൽ ആളം അധികാരപ്പെടുത്തുന്ന ആൾ എന്നർത്ഥം. ഫഇൻ ഫുഖിദ, ഇമാമുൽ ആളം ഇല്ല എങ്കിൽ ഫ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി മിൻഹും, ആ നാട്ടുകാരിലെ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ്, അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് അവിടുത്തെ കൈകാര്യകർത്താക്കൾ, ഒരു വിഷയം തീരുമാനിക്കാനും തീരുമാനിച്ച വിഷയം ക്യാൻസൽ ചെയ്യേണ്ടി വരുമ്പോൾ ക്യാൻസൽ ചെയ്യാനൊക്കെ യോഗ്യതയുള്ള ആളുകൾ, ഇവരാണ് ഖാദിയെ നിയമിക്കേണ്ടത്. 10-105 ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തന്നെ തുഹഫയിൽ തന്നെ പറഞ്ഞത് കാണാം. 7-ാം വാള്യം 261 പേജിൽ നിക്കാഹിൻ്റെ ബാബിൽ 7-ാം വാള്യം 261, ഇദാ ഉദിമ സുൽത്താനു, ഇമാമുൽ ആളം എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണ സംവിധാനം ഇല്ലാത്ത സാഹചര്യത്തിൽ ലസിമ അഹ്ല ഷൗക്കത്തി അല്ലദീന ഹും അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്, അഹ്ലുൽ ഹല്ലി വൽ അഖ്ദിന് നിർബന്ധമാണ് അൻ യൻസിബു ഖാദിയൻ, അവർ ഖാദിയെ നിയമിക്കൽ നിർബന്ധമാണ്. തുഹഫയായ 261. ഫത്ഹുൽ മുഈനിൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. ഫഇൻ ഫുഖിദൽ ഇമാമു, ഇമാമില്ലെങ്കിൽ ഖാദിക്ക് ഇമാമുൽ ആളമിൻ്റെ നിയമനം നിർബന്ധമാണ്, അപ്പോഴേ ഖാദിയാകൂ.
ഇമാമുൽ ആളം ഇല്ലെങ്കിൽ ഫലാബുദ്ദ മിൻ തൗലിയത്തി അഹ്ലിൽ ഹല്ലി വൽ അഖ്ദി ഫിൽ ബലദി, നാട്ടിലുള്ള അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി എന്ന് പറയുന്ന വിഭാഗം എല്ലാവരും ചേർന്നുകൊണ്ട് ഖാദിനെ ബൈഅത്ത് ചെയ്യുകയും നിശ്ചയിക്കുകയും വേണം. ഔ ബഅദിഹിം മഅ റിദൽ ബാഖീന, അഹ്ലുൽ ഹല്ലി വൽ അഖ്ദിൽപ്പെട്ട എല്ലാവരുടെയും സമ്മതപ്രകാരം അവരിൽപ്പെട്ട ചിലർ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഖാദിയെ നിയമിക്കണം. ഫതുഹുൽ മുഈൻ. അപ്പോൾ ഖാദിയെ നിയമിക്കേണ്ടത് അടിസ്ഥാനപരമായി ഇമാമുൽ ആളം എന്ന് പറയുന്ന ഇസ്ലാമിക ഭരണ വ്യവസ്ഥയിലെ ഉന്നതനായ ഭരണാധികാരിയാണെന്നും അത്തരം സംവിധാനമില്ലാതിരിക്കുമ്പോൾ അതാത് നാടുകളിലെ കൈകാര്യകർത്താക്കൾ എന്ന് ചുരുക്കി പറയാവുന്ന അഹ്ലുൽ ഹല്ലി വൽ അഖ്ദാണ് ഖാദിയെ നിശ്ചയിക്കേണ്ടതെന്നും തുഅഫ 10, 105, 7-ാം വാള്യം 261 തുടങ്ങിയ പേജുകളിലും ഫതുഹുൽ മുഈൻ്റെ കിതാബുൽ ബാബുൽ ഖളാഇൻ്റെ തുടക്കത്തിലുമുണ്ട്. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് ആരാണ് എന്ന് തുഅഫ 9-ാം വാള്യം 76-ാം പേജിൽ വിശദീകരിക്കുന്നത് കാണാം. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി മിനൽ ഉലമാഇ വറുഅസാഇ വവുജൂഹിൻ നാസി. അതാ ഒരു നാട്ടിലെ പണ്ഡിതന്മാർ, ജനസ്വാധീനമുള്ള നേതാക്കൾ, ഇവരാണ് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുന്നത്. അപ്പം വാചകം തന്നെ സൂചിപ്പിക്കുന്നത് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് ആണ്. അവർ തീരുമാനം എടുക്കുക. ഇപ്പോൾ ഒരു നിക്കാഹ് സംബന്ധമായ തീരുമാനം എടുക്കുക, അത് അഖ്ദാണ്. ത്വലാഖുമായി ബന്ധപ്പെട്ടൊരു കാര്യം ആണെങ്കിൽ അത് ഹല്ലാണ്. ഉദാഹരണത്തിന് ഇതാണ് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്. കെട്ടാനും അയക്കാനും എന്നൊക്കെ ലളിതമായ രൂപത്തിൽ നമുക്ക് അർത്ഥം പറയാം. അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്. ഇപ്പോൾ ഒരു നാട്ടിൽ അവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, ആജ്ഞാശേഷിയുള്ള, ആ പ്രദേശത്തെ മുസ്ലിങ്ങളാൽ അനുസരിക്കപ്പെടുന്ന പണ്ഡിതന്മാരും ഉലമാവും ഉമറാവും, നമ്മളെ സാധാ പ്രയോഗത്തിൽ പറഞ്ഞാൽ ആ നാട്ടിലെ ഉലമാവും ഉമറാവും ചേർന്നതിനാണ് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുക. ഇമാമുൽ ആളം ഇല്ലാത്ത നമ്മുടെ സാഹചര്യത്തിൽ അതാത് നാടുകളിലെ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദാണ് ഖാദിയെ നിയമിക്കേണ്ടത്. ഈ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു വ്യക്തി മാത്രമാവാം. പഴയ കാലങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ഗ്രാമങ്ങളിൽ ആജ്ഞാശേഷിയുള്ള ഒരു കാരണവരുണ്ടാകും. അദ്ദേഹം പറഞ്ഞാൽ ചിലപ്പോൾ ആ നാട്ടിലും സമീപ നാടുകളിലൊക്കെ അനുസരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം, ഒരു നിർദ്ദേശം അവരാരും അനുസരിക്കാതിരിക്കില്ല. അപ്പോൾ ഈ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുന്ന ആ പവർ ഏക വ്യക്തിയിൽ ഒതുങ്ങിയിരിക്കുന്നു എങ്കിൽ അദ്ദേഹമായിരിക്കും ഖാദിയെ നിശ്ചയിക്കേണ്ടത്. സ്വാഭാവികമായി ഇന്നത്തെ പൊതുരീതി അനുസരിച്ച് ആ സംവിധാനം മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാരണവരാൽ മാത്രം നാട് നിയന്ത്രിക്കപ്പെടുന്ന സാഹചര്യം. ഇപ്പോൾ ഒരു പക്ഷേ ഒരു മഹല്ലിൽ 10 ആളുകളായിരിക്കും. മഹല്ലിൻ്റെ ഒരു നാടിൻ്റെ വിവിധ ഏരിയകളിലുള്ള 10 വ്യക്തികൾ. അതിൽ ഒരാൾ പറഞ്ഞാൽ കുറേ ആളുകൾ അനുസരിക്കും, മറ്റൊരാൾ പറഞ്ഞാൽ കുറേ ആളുകൾ അനുസരിക്കും. ഈ 10 ആളുകൾ കൂടി ഒരു കാര്യം കൃത്യമായി തീരുമാനിച്ചാൽ അവരെല്ലാവരും അനുസരിക്കുന്ന ഒരു സ്വഭാവം അവരുടെ ഇടയിലുണ്ടെങ്കിൽ ഈ 10 പേര് കൂടി കൂടിയതാണ് അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 പേരും ചേർന്നുകൊണ്ടാണ് ഖാദിയെ ബൈഅത്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ 10 ആളിൽ മറ്റുള്ളവരുടെ സമ്മതപ്രകാരം ഒരാൾ ബൈഅത്ത് ചെയ്താലും മതി. അതാണ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫതൗലിയത്തി അഹ്ലിൽ ഹല്ലി വൽ അഖ്ദി ഫിൽ ബലദി ഔ ബഅദിഹിം മഅ റിദൽ ബാഖീൻ. അടിസ്ഥാനപരമായി ഖാദി നിർബന്ധമാണെന്നും ഖാദിയും മുഫ്തിയും തമ്മിലുള്ള വ്യത്യാസം ഇന്നതാണെന്നും മസാഫത്തുൽ അദവ പരിധിയാണ്, അതിൻ്റെ ഉള്ളിൽ മുസ്ലിങ്ങൾക്ക് ഖാദി നിർബന്ധമാണെന്നും ഖാദിനെ നിയമിക്കേണ്ടത് ആരാണെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ നാട്ടിലെ സംവിധാനം, ഇവിടെ ഇമാമുൽ ആളം ഏതായാലും ഇല്ല. അടിസ്ഥാനപരമായി ഖാദിയെ നിയമിക്കേണ്ടത് ഇമാമുൽ ആളമാണ്. രാജ്യത്ത് ഇസ്ലാമിക ഭരണ സംവിധാനം എല്ലാത്തിടത്തും കൊണ്ട് മതേതരത്വ സ്വഭാവമുള്ള മതേതരത്വ രാജ്യമായതുകൊണ്ടും ഇവിടെ ഇസ്ലാമിക ഭരണ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇമാമുൽ ആളമില്ല. കൃത്യമായ അർത്ഥത്തിലുള്ള ഇമാമുൽ ആളം ഇന്ന് പൊതുവേ ഇല്ലെന്ന് പറയാം. പക്ഷെ അതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇമാമുൽ ആളം ഇല്ലെങ്കിൽ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദാണ് ഖാദിയെ നിയമിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അവിടെയും ചില വിശദീകരണങ്ങളുണ്ട്. അൽ അജീബത്തുൽ അജീബയിൽ നമുക്കറിയാമല്ലോ, അൽ അജീബത്തുൽ അജീബ എന്ന് പറയുന്നത് ഷെയ്ഖ് മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഉസ്താദുമാരും
പ്രമുഖരുമായ അയിമ്മത്തുകളോട് ചോദിച്ച ചോദ്യങ്ങൾ അതിൻ്റെ മറുപടിയും ക്രോഡീകരിച്ചതാണല്ലോ. അതിൽ നമ്മുടെ സാഹചര്യത്തെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. സഅൽതു അൻ ഖാദിൻ ഫാസിഖിൻ ഔ ജാഹിലിൻ വല്ലാഹു അഹ്ലു ബൽദത്തിഹി ഔ കാഫിറുൻ ദൂ ഷൗക്കത്തിൻ ഹൈസു ലം യകുൻ സുൽത്താനുൻ മുസ്ലിമുൻ കമാ ഫീ ബിലാദി മലൈബാർ ലിഅന്ന സ്വലാത്തീനഹാ കുഫാറുൻ വൽ മുസ്ലിമൂന റആയാഹും വഫീ ഖബ്ളത്തിഹിം ഫഫീ ബഅദി ബുൽദാനിഹാ യതവല്ല തൗലിയത്ത അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി മിനൽ മുസ്ലിമീൻ വഫീ ബഅദിഹാ അസ്സുൽത്താനുൽ കാഫിറു ഫഹൽ യൻഫുദു ഖളാഉഹു ഔ ലാ വൽ ഹാലു അന്നഹും ലൗ ലം യൻഫുദു ഖളായാഹും ലതഅത്തലത്തിൽ മസാലിഹു. അമുസ്ലിം ഭരണാധികാരികൾ ഉള്ള പഴയകാലത്തെ നാട്ടുരാജാക്കന്മാരുടെ ഭരണ സംവിധാനമുള്ള ആ സാഹചര്യത്തിലുള്ള ചോദ്യമാണ്. അമുസ്ലിം രാജാക്കന്മാർ ഭരിക്കുന്ന നാടുകളാണ്. മുസ്ലിം ഭരണാധികാരികളല്ല, ഇസ്ലാമിക ഭരണ വ്യവസ്ഥയല്ല. അവിടെ കമാഫി ബിലാദി മലൈബാർ ചിലപ്പോൾ അമുസ്ലിങ്ങളായ രാജാക്കന്മാർ തന്നെ നേരിട്ട് മുസ്ലിങ്ങൾക്ക് ഖാദിയെ നിയമനം നടത്തി കൊടുക്കാറുണ്ട്. അമുസ്ലിം ഭരണാധികാരിയുടെ അമുസ്ലിം രാജാക്കന്മാരാണ് രാജ്യത്തിൻ്റെ ഭരണം നടത്തുന്നത്. ആ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ തങ്ങളുടെ ഭരണത്തിന് കീഴിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവരുടെ മതപരമായ കാര്യങ്ങളിൽ ഒരു ഖാദിയുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ആ മുസ്ലിമായ ഭരണാധികാരി തന്നെ ഖാദിയെ നിയമിച്ചു കൊടുക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭരണാധികാരി അമുസ്ലിമായ രാജാവാണ്. അവരുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന ഗ്രാമങ്ങളിലുള്ള മുസ്ലിങ്ങൾ സ്വന്തമായി ഖാദിയെ നിയമിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് ഈ ഖാദി നിയമനം സാധുവാണോ അല്ല എന്നാണ് ചോദ്യം വന്നത്. സഅൽതു അൻ ഖാദിൻ ഫാസിഖിൻ ഔ ജാഹിലിൻ വല്ലാഹു അഹ്ലു ബൽദത്തിഹി ഔ കാഫിറുൻ ദൂ ഷൗക്കത്തിൻ ഹൈസു ലം യകുൻ സുൽത്താനുൻ മുസ്ലിമുൻ കമാ ഫീ ബിലാദി മലൈബാർ ലിഅന്ന സലാത്തീനഹാ കുഫാറുൻ വൽ മുസ്ലിമീന റആയാഹും വഫീ ഖബ്ളത്തിഹിം ഫഫീ ബഅദി ബുൽദാനിഹ. അമുസ്ലിം രാജാക്കളുടെ ഭരണത്തിലുള്ള ചില നാടുകളിൽ യതവല്ല തൗലിയത്ത അഹ്ലുൽ ഹല്ലി വൽ അഖ്ദി മിനൽ മുസ്ലിമീൻ, ഗ്രാമത്തിലുള്ള പ്രദേശത്തുള്ള മുസ്ലിം കാരണവന്മാർ ഖാദിയെ നിയമനം നടത്താറുണ്ട്. വഫീ ബഅദിഹ, ചിലയിടത്ത് അസുൽത്താനുൽ കാഫിറു, അമുസ്ലിമായ ആ ഭരണാധികാരി രാജാവ് തന്നെ നേരിട്ട് ഖാദിയെ നിശ്ചയിച്ചു കൊടുക്കാറുണ്ട്. ഇതിനെക്കുറിച്ചാണ് ചോദ്യം. അതിലല്ലാമ അബ്ദുല്ലാഹി ബാമഖ്റുമ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി മഖ്തൂം തങ്ങൾ അൽ അജീബത്തുൽ അജീബിയിൽ ഉദ്ധരിക്കുന്നത് വഅമ്മാ ഖൗലുൽ ഫഖീഹി സാഇൽ വഫഖഹുല്ലാഹ്, നീണ്ടവരാണ്. ഫഇൻകാന ദാലിക, ആ മറുപടിയുടെ ആകത്തുക ഇസ്ലാമികമായ ഇമാമുൽ അഅ്ലം സംവിധാനത്തിലല്ലെങ്കിൽ ഭരണാധികാരിയായ അമുസ്ലിം ഖാദിയെ നിയമിച്ചാലും ആ ഖാദി നിയമനം അംഗീകൃതമാണ്. അതാണ് ഫതുഹുൽ മുഈനിലും ഖാദി നിയമനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഇങ്ങനെ കാണാം. ഖാദിയെ നിയമിക്കുന്ന വിഷയം പറഞ്ഞിട്ട് ഫൈൻ വല്ലാ സുൽത്താനുൻ വലൗ കാഫിറൻ, ഫതുഹുൽ മുഈനിൽ ഖളാഇൻ്റെ ബാബിലുണ്ട്. ഫൈൻ വല്ലാ സുൽത്താനുൻ, ഭരണാധികാരി ഖാദിയെ നിയമിച്ചാൽ വലൗ കാഫിറൻ, അത് അമുസ്ലിമായ ഭരണാധികാരിയാണെങ്കിലും നഫദ മാ ഫഅലഹു മിന തൗലിയത്തി എന്നാണ് ഫതുഹുൽ മുഈൻ. അപ്പോൾ അടിസ്ഥാനപരമായി ഇസ്ലാമിക ഭരണാധികാരിയായ ഇമാമുൽ അഅ്ലമാണ്. അതില്ലാത്ത സാഹചര്യത്തിൽ മുസ്ലിം ഭരണാധികാരികൾ ഖാദിയെ, മുസ്ലിങ്ങൾക്കൊരു ഖാദിയെ നിയമിച്ചു കൊടുക്കാറുണ്ടെങ്കിൽ ആ ഖാദി നിയമനം ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് സാധുവാണ്. അമുസ്ലിം ഭരണാധികാരി നിയമനം നടത്തിയ ഖാദി മുസ്ലിം ഖാദിയായി നമ്മുടെ നിയമപരമായി അംഗീകരിക്കപ്പെടും. ഫതുഹുൽ മുഈനിൽ അതിനാണ് ഫൈൻ വല്ലാ സുൽത്താൻ എന്ന് പറഞ്ഞുകൊടുത്ത് വലൗ കാഫിറൻ എന്നുപയോഗിച്ചത്. അജീബത്തുൽ അജീബിൽ നേരത്തെ ഞാൻ വായിച്ച മലബാർ സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിൽ അബ്ദുല്ലാഹി ബാമഖ്റുമ റളിയല്ലാഹു അൻഹു വളരെ വിശദമായി അത് പറയുന്നുണ്ട്. അമുസ്ലിം ഭരണാധികാരികളാണെങ്കിൽ ആ ഭരണാധികാരികൾ നേരിട്ട് മുസ്ലിങ്ങൾക്ക് ഖാദിയെ നിയമിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നിയമനം സാധുവാണ്. അല്ല, മുസ്ലിങ്ങൾ നേരിട്ട് അവർക്ക് മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട അഹ്ലുൽ ഹല്ലി വൽ അഖ്ദാകുന്ന കൈകാര്യകർത്താക്കളാകുന്ന നേതാക്കൾ അവർ നേരിട്ട് ഖാദി നിയമനം നടത്തുകയാണ് പതിവ്. അതാ മുസ്ലിം ഭരണ സംവിധാനം. ഇനി മതേതര ഭരണ സംവിധാനമാണെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മുസ്ലിം ഭരണ സംവിധാനം എന്നുള്ളതല്ല, നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. അപ്പോൾ
ഇമാമുൽ ആളമല്ല അമുസ്ലിമായ രാജഭരണത്തിൽ അമുസ്ലിമായ രാജാവോ അല്ലാത്ത ഭരണ സംവിധാനത്തിൽ ആ ഭരണാധികാരിയോ നേരിട്ട് മുസ്ലിങ്ങൾക്ക് അവർ തന്നെ ഖാദിയെ നിശ്ചയിച്ചു കൊടുക്കുന്നു. ആ ഖാദി നിയമനം സാധുവാണ്, അംഗീകൃതമാണ്, ആ നിയമിക്കപ്പെട്ട ആൾ ഖാദിയായി മാറും. ഇനി ഭരണ സംവിധാനം ഇസ്ലാമികമല്ല, അമുസ്ലിമായ രാജഭരണമാണ്, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മതേതര സംവിധാനമാണ്, മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ മുസ്ലിം കൈകാര്യകർത്താക്കൾ നാട്ടിലെ കാരണവന്മാരും പണ്ഡിതന്മാരും ചേർന്ന് ഖാദിയെ നിയമനം നടത്തുന്നതിന് ഭരണാധികാരികളുടെ അനുവാദമുണ്ട്. ഭരണാധികാരികൾ അതിനെ ചോദ്യം ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ ആ ഭരണാധികാരികളുടെ ഖാദി നിയമനത്തിന് സ്വന്തമായി നമ്മൾ ഖാദിയെ നിയമിക്കുന്നതിന് ഭരണാധികാരികളുടെ അനുവാദം നിലവിലുണ്ടാകുമ്പോൾ, അവരുടെ ഭാഗത്തു നിന്ന് അതിന് തടസ്സമില്ലാതിരിക്കുമ്പോൾ, ഇസ്ലാമിക ഭരണ സംവിധാനമല്ലാത്ത നമ്മുടെ നാട്ടിലേതുപോലെയുള്ള സാഹചര്യത്തിൽ അതാത് നാട്ടിലെ അഹ്ലുല്ലല്ലൊല്ലഖദ് ഖാദിയെ നിയമിച്ചാൽ ആ നിയമനം സാധുവാണ്, ഖാദിയായി പരിഗണിക്കപ്പെടുമെന്ന് വലൗ കാഫിറൻ എന്ന ഫത്ഹുൽ മുഈനിൻ്റെ ചെറിയ പ്രയോഗത്തിലൂടെയും അജൂബത്തുൽ അജീബിൽ ഞാൻ നേരത്തെ വായിച്ച ചോദ്യത്തിൻ്റെ വിശദമായ മറുപടിയുടെയും അമ്മാ ഖൗലുൽ ഫഖീഹി സായിലിൽ വഫഖഹുല്ലാ അന്നഹു വല്ലാഹു അഹ്ലു ബൽദത്തിഹി ഫഇൻ കാന ദാലിക ബിതഫ്വീളി ദിശൗക്കത്തി ഹുനാലിക, അവിടെയുള്ള ഭരണാധികാരി, മതേതര സംവിധാനത്തിലുള്ള ഭരണാധികാരി അല്ലെങ്കിൽ അമുസ്ലിമായ രാജഭരണത്തിലെ അമുസ്ലിമായ രാജാവ്, അദ്ദേഹം ഏൽപ്പിച്ചത് പ്രകാരമാണ് നാട്ടുകാർ ഖാദിയെ നിശ്ചയിച്ചതെങ്കിൽ അത് ശരിയാകുന്നതാണ്. അങ്ങനെ നീണ്ടുപോയും ഫഅലൂ മിൻ വൈരി തഫ്വീദിൻ ലം യസിഹ ലഅന്നഹു ലൈസ ലഹും തൗലിയത്തുൻ വലാ അജ്റുൻ ബലി തൗലിയത്തു വൽ അജ്ലു ഇലാ സ്വാഹിബി ഷൗക്കത്തി വഇൻ കാന കാഫിറൻ ഹാദാ മാ യഖ്തദീഹി കലാമുൽ അസ്ഹാബ് നഅം ഇൻ റാജഉ ദ ഷൗക്കത്തി അൽ കാഫിറ ഫീ തൗലിയത്തി ഖാദിൻ ഫലം യഫ്അൽ വലം യുഫവ്വിദ് വഅലിമു അന്നഹും ഇദാ വല്ലൗ ഖാദിയൻ അല്ലാ യുആരിദഹും വലാ യംനഅ ഖാദിയഹും മിനൽ ഹുക്മി ഫല്ലറൂറത്തു തഖ്തദീ തസ്വീഗ മിസ്ലി ദാലിക. പറഞ്ഞതിൻ്റെ ചുരുക്കം, അമുസ്ലിമായ ഭരണാധികാരി നേരിട്ട് മുസ്ലിങ്ങൾക്കൊരു ഖാദിയെ നിയമിച്ചു കൊടുത്താൽ അത് അംഗീകൃതമാണ്. അല്ലെങ്കിൽ അമുസ്ലിമായ ഭരണവ്യവസ്ഥയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മതേതര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾ അവരുടെ മതപരമായ കാര്യങ്ങൾക്കൊരു ഖാദിയെ നിയമിക്കുന്നതിന് ഭരണാധികാരികളുടെ തടസ്സമില്ലെങ്കിൽ അതാത് ഏരിയകളിലെ മുസ്ലിം നേതാക്കൾ നേരിട്ട് ഖാദിയെ നിയമിച്ചാലും ആ നിയമനം സാധുവാണ്. അജൂബത്തുൽ അജീബ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങളുടെ വിശദീകരണ പ്രകാരം നമ്മുടെ രാജ്യത്ത് മതേതര ഭരണ സംവിധാനമാണ്, അത്തരം ഒരു ഭരണഘടന നിലവിലുള്ള രാജ്യമാണ്. ഇവിടെ ചില സാഹചര്യങ്ങളിൽ ഇവിടുത്തെ സർക്കാർ തന്നെ നേരിട്ട് ഖാദി നിയമനം നടത്തുകയോ ഖാദി നിയമത്തിന് രേഖാമൂലം അംഗീകാരം കൊടുക്കുകയോ ചെയ്യുന്ന സംവിധാനം ഇവിടെയുണ്ട്. ഇപ്പോഴും ചില ഏരിയകളിൽ ആ രീതി നടക്കാറുണ്ട്. ഇനി അതല്ലെങ്കിൽ മതേതര സംവിധാനമുള്ള ഭരണവ്യവസ്ഥയാണെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അവർ താമസിക്കുന്ന നാടുകളിൽ മതപരമായ കാര്യത്തിന് നേതൃത്വം നൽകാൻ അവരൊരു ഖാദിയെ തിരഞ്ഞെടുക്കുന്നതിന് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തടസ്സം ഇല്ല എന്നല്ല, ഖാദി ആക്ട് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് താനും. പക്ഷെ നമുക്കറിയാം, ക്രിമിനൽ വകുപ്പിൽ ഇവിടെ നമ്മളുടെ മുസ്ലിങ്ങളുടെ നിയമിക്കപ്പെടുന്ന ഖാദിക്ക് റോൾ ഇല്ല. ഇപ്പോൾ രാജ്യത്ത് ഏക ക്രിമിനൽ കോഡാണുള്ളത്. രാജ്യത്തിൻ്റെ ക്രിമിനൽ നിയമം രാജ്യത്ത് താമസിക്കുന്ന എല്ലാ മതവിഭാഗങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് ഇവിടെ നിയമിക്കപ്പെടുന്ന ഖാദിമാർ, അഹ്ലുല്ലല്ലഖദ് നിശ്ചയിക്കുന്ന ഖാദിമാർ, ക്രിമിനൽ കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാൻ കഴിയില്ല രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച്. എന്നാലും സിവിൽ വകുപ്പിൽ നിക്കാഹ്, ത്വലാഖ് തുടങ്ങിയ അത്തരം വിഷയങ്ങളിൽ ഖാദിമാർക്ക് ഇടപെടാനുള്ള മതപരമായ തീർപ്പുകൾ കൽപ്പിക്കാനും അതനുസരിച്ച് മുസ്ലിങ്ങൾക്ക് പ്രവർത്തിക്കാനുമുള്ള അനുവാദം നമ്മുടെ രാജ്യത്ത് ഉണ്ട്. സിവിൽ നിയമങ്ങളിൽ രാജ്യത്തെ കോടതികളും ശരീഅത്ത് ആക്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ വിധി നടത്തണമെന്നാണ് നിലവിലുള്ള വ്യവസ്ഥ. അപ്പം നമ്മുടെ രാജ്യത്ത് നിയമിക്കപ്പെടുന്ന ഖാദിമാർക്ക് രാജ്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ പേരിൽ ചില പരിമിതികളുണ്ട്. അവർക്ക് ക്രിമിനൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇസ്ലാമിക ഭരണ സംവിധാനത്തിൽ നീതി നിർവഹണത്തിൽ ഒരു ജഡ്ജിയുടെ പൂർണ്ണ പവറായിരിക്കും ഇസ്ലാമിക ഖാദിക്ക് ഉണ്ടാവുക.
നമ്മുടെ രാജ്യം മതേതര രാജ്യമായതുകൊണ്ട് ഇവിടെ നിയമിക്കപ്പെടുന്ന ഖാദിമാർക്ക് ക്രിമിനൽ വകുപ്പിൽ ഇടപെടാൻ കഴിയില്ല. അത് ഇടപെട്ടുകൊണ്ട് അവർ ഫിത്നയും കുഴപ്പങ്ങളും നാട്ടിൽ സമാധാനം തകർക്കാനും പാടില്ല. സിവിൽ നിയമങ്ങൾ വകുപ്പുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്കാഹ്, നോമ്പുറപ്പിക്കുക, പെരുന്നാൾ ഉറപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഖാദിമാർ ഇടപെടാറുണ്ട്. അത് ഖാദിമാർ കൈകാര്യം ചെയ്യാറുണ്ട്. അതിന് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ വിരുദ്ധമല്ല, എതിരല്ല, അനുകൂലമാണ്. ഖാദിക്കുണ്ടാവേണ്ട ചില നിബന്ധനകൾ വളരെ ലളിതമായി പറഞ്ഞു പോവുകയാണ്. കൂടുതൽ വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം, അതിനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഖാദിയുടെ ഷർത്ത്, നിബന്ധനകൾ, ഖാദിയാവുന്ന ഒരാളുടെ നിബന്ധനകൾ നമ്മുടെ ഫിഖിൻ്റെ കിതാബുകളിലെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി മിൻഹാജിൽ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. മഹല്ലി ഓതുന്ന മുതഅല്ലിങ്ങൾക്ക് അത് പഠിച്ച ഭാഗമായിരിക്കും. ഫതുഹുൽ മുഈനിലും അതുണ്ട്. ഞാൻ ഇമാം നവവി റളിയല്ലാഹു മിൻഹാജിൻ്റെ വാചകം ഇബ്നു ഹജർ റളിയല്ലാഹുവിൻ്റെ തുഹഫയിൽ നിന്ന് ആവശ്യമായ ഭാഗത്തോടു കൂടി വായിക്കുകയാണ്. വശർത്തുൽ ഖാദി മുസ്ലിമുൻ, ഖാദിയുടെ ഒരു നിബന്ധന, മുസ്ലിങ്ങളുടെ ഖാദിയുടെ ഒരു നിബന്ധന മുസ്ലിം ആവണം, മുക്കല്ലഫാവണം, ഹുറാവണം, ദക്കറുൻ പുരുഷനാവണം, ഖളാ കൈകാര്യം ചെയ്യേണ്ടത് പുരുഷനാണ് എന്നാണ് ഇസ്ലാമിക നിയമം. അദുലുൻ അദാലത്തുള്ള വ്യക്തിയാവണം, സെമീഉൻ കേൾവി ശക്തി വേണം, ബസീറുൻ കാഴ്ച ശക്തി വേണം, നാത്തിക്കുൻ സംസാരശേഷി വേണം. അതിനൊക്കെ പുറമെ കാഫില്ലിൽ ഖിയാമി ബി മൻസിബിൽ ഖളാ, ഖളാ എന്ന് പറയുന്ന ആ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. വയോസ്ഥാമാർ അർത്ഥം വെക്കണം, അർത്ഥം വെച്ചല്ല അതിനകത്ത് പോകുന്ന ആളാവണം എന്ന് പറയും. അതിന് മാത്രം പറ്റിയ ആളാവണം. ഖാദിസ്ഥാനം കൈകാര്യം ചെയ്യാൻ പോകുന്ന ആളാവണം എന്നാൽ അതിന് മതിയായവനാവണം, അതിന് കൊള്ളുന്നവനാവണം. കാഫിൻ ലിൽ ഖിയാമി ബി മൻസിബിൽ ഖളാ, ഖളാ എന്ന് പറയുന്ന വളരെ പ്രാധാന്യമുള്ള, ഇസ്ലാമിക നിയമവ്യവസ്ഥയിലേറെ പ്രാധാന്യമുള്ള, ദീനും ശരീഅത്തുമായി വളരെ കൃത്യമായി അടുത്ത ബന്ധമുള്ള ആ ഖളാ എന്ന് പറയുന്ന ആ ഖാദി സ്ഥാനം കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായിരിക്കണം. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു, ബി അൻ യകൂന ദാ നഹ്ളത്തിൻ വയഖളത്തിൻ താമ, ഒരു ഉണർവുള്ള ആളാവണം, ഒരു ഉണർവും ഒരു വിവേകമൊക്കെ നന്നായുള്ള ആളാവണം. വഖുവ്വത്തിൻ അലാ തംഫീദിൽ ഹഖ്, ആ വിധി നടപ്പിലാക്കാനുള്ള കാര്യശേഷിയും ഉള്ള ആളാവണം. ഒരാൾ വന്ന് പറയുമ്പോൾ എന്നാ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, മറ്റാൾ പറയുമ്പോൾ അങ്ങനെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ ആളുകൾക്കൊപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയും ചെരികയും ചെയ്യുന്ന ഒരു കൃത്യ നിലപാടെടുക്കാൻ കഴിയാത്ത ആളെ ഖാദിയാവാൻ പറ്റൂല. അതാണ് ആ നിബന്ധനയുടെ അർത്ഥം. കാഫിൻ ലിൽ ഖിയാമി ബി മൻസിബിൽ ഖളാ, ഖളാ എന്ന് പറയുന്ന ആ സ്ഥാനം കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായിരിക്കണം. പ്രാപ്തനാവുക എന്നതിൻ്റെ അർത്ഥം ബി അൻ യകൂന ദാ നഹ്ളത്തിൻ വയഖളത്തിൻ താമ, ഒരു ഉണർവുണ്ടാവണം. ഉണർവ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ രാവിലെ ഉണർന്നിട്ടുണ്ട്, ആ കേവല ഉണർവല്ല ഉദ്ദേശം. ഒരു യഖളത്തുൻ താമ വേണം. വഖുവ്വത്തിൻ അലാ തംഫീദിൽ ഹഖ്, വിധി നടപ്പിൽ വരുത്താനും ഒരാജ്ഞാശേഷിയുള്ള, കാര്യമായി ഇടപെടാൻ കഴിയുന്ന, കൃത്യമായി ഒരു നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു പ്രാപ്തിയുള്ള ആളാവണം ഖാദി. തുഹഫ 10:106. ഓരോന്നിൻ്റെയും അദുലുൻ അദാലത്തുള്ള ആളാവണം. ഓരോന്നിൻ്റെയും മറുവശം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. സെമി ആവണം, ഫലായുവല്ല അസമ്മു, കേൾവിശക്തി ഇല്ലാത്ത ആളെ ഖാദിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മൻ ലാ യസ്മഅ ബിൽ കുല്ലിയ, തീരെ കേൾവിശക്തി ഇല്ലാത്ത ആൾ. ബിഖിലാഫി മാൻ യസ്മഅ ബിസ്സഹ, ഉറക്കെ പറഞ്ഞാൽ കേൾക്കും എന്നാ പറ്റും. ബസീർ കാഴ്ചയുള്ളവനാവണം. അങ്ങനെ പറഞ്ഞ കാഫിൻ, നേരത്തെ പറഞ്ഞല്ലോ ഖളാ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായിരിക്കണം. ഫലായുവല്ല മുഗഫലുൻ, ഒരു ഓഫലത്ത്, നമ്മുടെയൊക്കെ ഭാഷയിൽ ഓഫിൽ എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു ഓഫിലായ ആളെ ഖാദിയായി നിയമനം പറ്റില്ല, അദ്ദേഹം ഖാദിക്ക് യോഗ്യനല്ല. വ മുഖ്തല്ലു നളരിൻ ബി കിബരിൻ ഔ മറളിൻ, രോഗം മുഖേനയോ പ്രായം കൂടുതലായത് കൊണ്ടോ ചിന്താശേഷിക്ക് കോട്ടം പറ്റിയിട്ടുണ്ട്, ചിന്ത കൃത്യമായി കിട്ടൂല, അങ്ങനത്തെ ഒരാളെ ഖാദിയാവാൻ പറ്റൂല. അതുപോലെ ജുബാനു ലഈഫുൻ നഫ്സി, ഭീരു, പേടിയാണ്, ആളുകളോട് ഒരു കാര്യം പറയാൻ പേടിയാ, ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കുമല്ലേ, പറഞ്ഞാൽ അവർക്ക് പറ്റുമല്ലേ, ഇങ്ങനെയൊക്കെ പേടിയുള്ള ആളാണ്. അത്തരം പേടിത്തൊണ്ടൻ എന്ന് പഴയ ഉസ്താദുമാർ പറയും, ഖാദിയാവാൻ പറ്റില്ല. ഖാദിയാവണമെങ്കിൽ കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ഉറച്ച നിലപാട് പറയാനും അത് നടപ്പിലാക്കാനും കഴിയണം. ഖാദിയുടെ മറ്റൊരു നിബന്ധനയാണ് മുജ്തഹിദാവണം എന്നത്. അടിസ്ഥാനപരമായി
ഖതീബ് ഷിർബീനി റളിയല്ലാഹു അൻഹു മുഗ്നിയിൽ പറയുന്നുണ്ട്, പൈന്ന കസീറമിന നാസി, കുറേ ആളുകൾ യക്കൂന ആലിമൻ, നല്ല ഇൽമുണ്ടാകും, ദയ്യനൻ, നല്ല ദീനീ ചിട്ടയുള്ള നല്ല സ്വാലിഹ മനുഷ്യനാകും. പക്ഷേ വനഫ്സുഹു ദഈഫത്തുൻ അനി തൻഫീദ് വൽ ഇൽസാം, ഒരു കാര്യം നടപ്പിലാക്കാനോ ഗൗരവ സ്വഭാവത്തിൽ ആളുകളെ പറഞ്ഞ് അനുസരിപ്പിക്കാനോ കഴിയൂല. ഒരാൾ പറഞ്ഞാൽ അതിനൊപ്പിച്ച് പറയും, മറ്റൊരാൾ വന്ന് പറഞ്ഞാൽ എന്നാ അങ്ങനെയാണ്, എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാകുക? അദ്ദേഹത്തിൽ മറ്റുള്ള ആളുകൾ സ്വാധീനിക്കുകയും അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ചൊക്കെ ഖാദിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അത്തരം ആളുകൾ ഖാദിയാവാൻ പറ്റില്ല എന്ന്, ഖാദിയുടെ യോഗ്യതയാണ് ഖളാഇൻ്റെ ആ സ്ഥാനം കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായിരിക്കണം എന്ന കാഫിൻ ലിൽ ഖിയാമി ബി മൻസിബിൽ ഖളാ എന്ന നിബന്ധന വിശദീകരിച്ചുകൊണ്ട് ഖതീബ് ഷിർബീനി റഹിമഹുല്ലാഹ് മുഗ്നിയിൽ പറഞ്ഞിട്ടുണ്ട്. ഖാദിക്ക് തൻ്റെ വിധികൾ, തൻ്റെ നിർദ്ദേശങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും ഖാദി പറയുന്നതിനനുസരിച്ച് നാടുകളിൽ വിഷയങ്ങൾ നടക്കാനും ആവശ്യമായ ഒരു സഹായ സംവിധാനത്തിന് വിരോധമില്ല, അല്ലെങ്കിൽ അത് ആവശ്യമാണ് എന്ന് തന്നെയാണ് അൽ ഫത്താവൽ കുബ്രയിൽ വിശദീകരിക്കുന്നത്. വഫ്ത ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അഹമ്മദ് ബി അന്നഹു ഇദാ ഖല്ലദ അഹ്ലുൽ ഇഖ്തിയാരി ഖാദിയൻ ജാസ ഇദാ അംകനഹും നുസ്റതുഹു വതൻഫീദു അഹ്കാമിഹി വദ്ദബ്ബു അൻഹു വഇല്ലാ ഫലാ വകദാ ഖാല നഹ്വഹു അൽ മാവർദി അൽ ഫത്താവർ കുബ്ര 4/298. ഖാദിയുടെ നിബന്ധനകൾ ഒരു സ്പീഡിൽ പെട്ടെന്നുള്ളൊരു വായനയാണ് ഞാൻ നടത്തിയത്. ഇവിടെ മുജ്തഹിദാവുക എന്നത് ഖാദിയുടെ ഒരു നിബന്ധനയാണ്. ആ നിബന്ധന മേളിച്ച ഒരാൾ ഇന്ന് ലഭ്യമല്ല എന്ന് നമുക്കറിയാം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കിതാബുകളിൽ തന്നെ ചർച്ച കാണും, അടിസ്ഥാനപരമായ ഖാദിക്ക് ഈ യോഗ്യതകളൊക്കെ ഉണ്ട്. ഈ യോഗ്യതകളുള്ള ആളെ ലഭിക്കാതിരിക്കുമ്പോൾ, ഉദാഹരണത്തിന് മുജ്തഹിദിനെ കിട്ടാനില്ലല്ലോ എന്നതുകൊണ്ട് ഖാദി സംവിധാനം വേണ്ട എന്ന് പറഞ്ഞുകൂടാ. കൃത്യമായ യോഗ്യതകളെല്ലാം സമ്മേളിച്ച വ്യക്തി ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പൂർണ്ണ യോഗ്യതയില്ലാത്ത വ്യക്തികളെയും ഖാദിയായി നിയമിക്കാം. അങ്ങനെ നിയമിക്കുന്ന ഖാദിമാരെ കുറിച്ച് നമ്മൾ ലറൂറത്തിൻ്റെ ഖാദി എന്ന് പറയും. ഖാദി ലറൂറ. ഖാദി ലറൂറ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ ഒരു അനിവാര്യ സാഹചര്യത്തിൻ്റെ പേരിൽ വന്ന ഖാദി എന്ന് പറയാം. നമ്മുടെ ഫിഖ്ഹിൽ ഖാദി ലറൂറയെ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് മൻ ഫുഖിദ ഫീഹി ബഅ്ദു ശുറൂത്തി, ഖാദിയിൽ ഉണ്ടാവേണ്ട നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്നില്ലാത്ത ഖാദി. ഖാദിയുടെ പൂർണ്ണ നിബന്ധനകൾ ഇല്ലാത്ത ഖാദിമാരെ കുറിച്ചാണ് ഖാദി ലറൂറ എന്ന് ഫിഖ്ഹിൻ്റെ കിതാബിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ഖാദി ലറൂറത്ത് 2 രൂപത്തിൽ, ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയും, പരന്ന വിഷയമായതുകൊണ്ടും എന്നാൽ വളരെ മർമ്മമുള്ള ഭാഗങ്ങളായതുകൊണ്ടും അത് ചെറിയ തോതിൽ ചുരുക്കി പറയാൻ ഞാനൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായ ക്രമമൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. ഖാദി ലറൂറ എന്നത് 2 രൂപത്തിൽ വരും. ഒന്ന്, ഷർത്തുകളെല്ലാം പൂർണ്ണമായ ഒരാൾ ലഭ്യമല്ല. അപ്പോൾ പൂർണ്ണ ഷർത്തില്ലാത്ത, നിബന്ധനകൾ പൂർണ്ണമല്ലാത്തവർ ഖാദിയായി നിയമിക്കപ്പെട്ടു. അദ്ദേഹത്തെക്കുറിച്ച് ഖാദി ലറൂറ. കാരണം നിബന്ധനകളെല്ലാം പൂർണ്ണമായ ഒരാൾ ലഭ്യമല്ല എന്നതുകൊണ്ട് ഖാദി സംവിധാനം വേണ്ടെന്ന് പറഞ്ഞുകൂടാ. ആളുകൾക്കൊരു ഖാദി അനിവാര്യമാണ്. അപ്പം ആ സാഹചര്യത്തിൻ്റെ അനിവാര്യത മുഖേന, സാഹചര്യത്തിൻ്റെ അനിവാര്യത മൂലം പൂർണ്ണയോഗ്യനായ വ്യക്തി ലഭ്യമല്ലെങ്കിൽ പൂർണ്ണയോഗ്യത ഇല്ലാത്തൊരു വ്യക്തിയെ ഖാദിയായി നിയമിക്കുന്ന സംവിധാനം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൻ്റെ അനിവാര്യതയുടെ പേരിൽ യോഗ്യതകൾ പൂർണ്ണമല്ലെങ്കിലും അംഗീകരിക്കപ്പെടുന്ന ഖാദിക്കാണ് ഖാദി ലറൂറ എന്ന് പറയുക. അപ്പം ലറൂറത്തിൻ്റെ ഖാദിയുടെ ഒരു രീതി എങ്ങനെയാണ്? യോഗ്യതയുള്ള ആൾ ലഭ്യമല്ല, അപ്പോൾ പൂർണ്ണ യോഗ്യത ഇല്ലാത്ത ആളെ ഖാദിയായി നിയമിച്ചു. ഇനി മറ്റൊന്നുണ്ട്, യോഗ്യതയുള്ള ആൾ ലഭ്യമുള്ള സാഹചര്യത്തിൽ പോലും ഭരണാധികാരിയുടെ നിയമനം അനുസരിക്കുകയല്ലാതെ നിർവാഹമില്ല. ചോദ്യം ചെയ്താൽ വില പോവില്ല. അത്ര ഒരു സാഹചര്യത്തിൽ, യോഗ്യതയുള്ള വ്യക്തി ലഭ്യമായ സാഹചര്യത്തിൽ പോലും ഭരണാധികാരി യോഗ്യനല്ലാത്ത ഒരാളെ ഖാദിയായി നിയമിച്ചാൽ ഭരണാധികാരിയുടെ നിയമനം ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല, അനുസരിക്കുകയല്ലാതെ മാർഗമില്ല. ഭരണാധികാരിയുടെ നിയമനം അനുസരിക്കാതിരിക്കുമ്പോൾ അത് അതിലപ്പുറമുള്ള ഭവിഷ്യത്തുകൾക്ക് കാരണമായി തീരും.
എങ്കിൽ ആ കാളിയും ലറൂറത്തിൻ്റെ കാളിയാണ്. മനസ്സിലായില്ല? ലറൂറത്തിൻ്റെ കാളിയുടെ എങ്ങനെ മലയാളം പറയാം? സാഹചര്യത്തിൻ്റെ അനിവാര്യതയുടെ പേരിൽ അംഗീകൃതമായ കാളി. ഇടങ്ങറുണ്ടാക്കണ കാളി എന്നല്ല. നാളൊരു കുട്ടി വെച്ചിങ്ങനെ ഓതി കൊടുക്കുമ്പോൾ ഈ ലറൂറത്തിൻ്റെ കാളി പറഞ്ഞ ഒരു ഇടങ്ങറും പ്രശ്നം ഉണ്ടാക്കുന്ന കാളി ഇതാണോ? അങ്ങനെയല്ല. ശരിക്കും ഇടങ്ങറ് തീർക്കാനാണ്, പ്രയാസം തീർക്കാനാണ്. കാളി ലറൂറത്തിന് എങ്ങനെയപ്പോൾ ഇവിടെ അർത്ഥം പറയാം? സാഹചര്യത്തിൻ്റെ അനിവാര്യത മുഖേന അംഗീകരിക്കപ്പെടുന്ന കാളി. അത് 2 രൂപത്തിലാണ് വന്നത്. ഏതാ ഒന്നാമത്തെ രൂപം? യോഗ്യത പൂർണ്ണമായ ആള് ലഭ്യമല്ല. അപ്പോൾ പൂർണ്ണ യോഗ്യതയില്ലാത്ത വ്യക്തിയെ കാളിയായി നിയമിക്കപ്പെടുന്നു. കാളിയായി ഇസ്ലാമിക ശരീഅത്തിൽ അംഗീകാരമുണ്ട്. ഇത് കാളി ദറൂറത്താണ്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി മുജ്തഹിദുകൾ ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ മുജ്തഹിദുകൾ ഇല്ലാതെയായതിനു ശേഷം ലോകത്ത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ നിയമിക്കപ്പെട്ട കാളിമാർ അവരൊക്കെ ആരാണ്? ലറൂറത്തിൻ്റെ കാളിമാരാണ്. കാരണം അവരിലൊന്നും മുജ്തഹിദ് എന്ന യോഗ്യത ഇല്ലല്ലോ. അപ്പോൾ ഈ ലറൂറത്തിൻ്റെ കാളി എന്നുള്ളത് ഈ കൊല്ലമോ കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ 10 വർഷത്തിനിടയിലോ തുടങ്ങിയ സംഗതിയല്ല. പിന്നോട്ട് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി നിയമിക്കപ്പെടുന്ന കാളിമാരിലൊന്നും മുജ്തഹിദ് എന്ന യോഗ്യത ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ ലറൂറത്തിൻ്റെ കാളിമാരാണ്. പൂർണ്ണ യോഗ്യൻ ലഭ്യമല്ലാത്തതിനാൽ, എന്നാൽ മുസ്ലിങ്ങൾക്കൊരു കാളി അനിവാര്യമായതുകൊണ്ടും ആ അനിവാര്യതയുടെ പേരിൽ അംഗീകരിക്കപ്പെടുന്ന കാളി. മറ്റൊരു 2ാം രൂപം ഞാൻ എന്താ പറഞ്ഞത്? പൂർണ്ണ യോഗ്യനായ വ്യക്തി ലഭ്യമാണ് എന്ന് തന്നെ സങ്കല്പിക്കുക. പൂർണ്ണ യോഗ്യനായ വ്യക്തി ലഭ്യമാകുന്നിടത്ത് പോലും ഭരണാധികാരി പൂർണ്ണ യോഗ്യതയുള്ള ഒരാളെ നിയമിക്കാതെ അദ്ദേഹം നിയമിച്ചത് അയോഗ്യനായ ഒരു വ്യക്തിയെയാണ്. അയോഗ്യൻ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച പൂർണ്ണ യോഗ്യതയില്ലാത്ത ഒരാളാണ്. ഇനി എല്ലാ അർത്ഥത്തിലും അയോഗ്യനെ നിയമിച്ചാലും നിയമം അത് തന്നെയാണ്. ആദ്യം പറഞ്ഞ യോഗ്യനില്ലാത്തത് കൊണ്ടാണ്. ഇനി പൂർണ്ണ യോഗ്യതയുള്ള ആൾ ലഭ്യമാണ്. മുജ്തഹിദ് അടക്കം എല്ലാ നിബന്ധനകളും മേടിച്ചാൽ ലഭ്യമാണ്. പക്ഷെ ഭരണാധികാരി അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത, അനുസരിക്കപ്പെട്ടേ പറ്റൂ എന്ന സ്വഭാവമുള്ള ദുർഷൗക്കത്ത്, അവിടെ യോഗ്യതയില്ല ആളുണ്ടായിരിക്കെ തന്നെ യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണ യോഗ്യത ഇല്ലാത്ത ഒരാളെ കാളിയായി നിയമിച്ചാൽ ആ ഭരണാധികാരിയുടെ ആ നിയമനം അംഗീകരിക്കപ്പെടേണ്ട നിർബന്ധ സാഹചര്യം ഉള്ളതുകൊണ്ട് ആ കാളിയെയും നമ്മുടെ നിയമത്തിൽ കാളിയായി നിയമനം സാധുവാണ്. കാളി എന്ന സ്ഥാനം അദ്ദേഹത്തിന് വകവെച്ച് കൊടുക്കേണ്ടതാണ്. ഇസ്ലാമിക സംവിധാനത്തിലെ കാളിയുടെ അധികാരങ്ങൾ അദ്ദേഹത്തിനുള്ളതാണ്. ഇപ്പം 2 രൂപത്തിൽ കാളി ലറൂറത്തിൻ്റെ കാളി വന്നില്ലേ? ആദ്യത്തെ യോഗ്യതയുള്ള ആളില്ലാത്തത് കൊണ്ടായിരുന്നു. രണ്ടാമത്തെ നിയമിച്ച ആൾ ആരായിപ്പോയി? ഭരണാധികാരിയായി. അത് അനുസരിച്ചേ പറ്റൂ എന്നൊരു സ്വഭാവം ഉണ്ട്. പിന്നെ ഇന്നത്തെ കാളി നിയമനത്തിലൊക്കെ മറ്റൊരു നിലക്കും കാളി ലറൂറത്തിൻ്റെ പ്രശ്നമുണ്ട്. അടിസ്ഥാനപരമായി കാളിയെ നിയമിക്കേണ്ടത് ഇമാമുൽ ആളമാണ്. അഹ്ലുൽ അല്ലു വൽ അഖ്ദിന് നിയമനാധികാരം വന്നത് തന്നെ ഒരു ലറൂറത്തിൻ്റെ പേരിലാണ്. അപ്പം അങ്ങനെ 2-3 വകുപ്പിൽ ലറൂറത്തിൻ്റെ സംവിധാനങ്ങളാണ്, ലറൂറത്തിൻ്റെ വശങ്ങൾ നമ്മുടെ കാളിമാരിൽ ഉണ്ട്. അപ്പം ഇന്ന് ഇമാമുൽ ആളമില്ല, അഹ്ലുൽ അല്ലു വൽ അഖ്ദാണ് കാളിയെ നിശ്ചയിക്കുന്നത്. പൂർണ്ണ യോഗ്യത ഉള്ളവർ ലഭ്യമല്ല. കാരണം മുജ്തഹിദ് എന്നുള്ള യോഗ്യത ഉള്ള ആൾ ഏതായാലും നിലവിലില്ല. അങ്ങനെ വരുമ്പോൾ നിയമിക്കപ്പെടുന്ന കാളിമാരൊക്കെ ലറൂറത്തിൻ്റെ കാളിമാരാണ്. എന്നാലും നിയമിക്കുന്നവർ പരമാവധി കൂടുതൽ ആ യോഗ്യതകളിൽ ഇന്ന് ലഭിക്കാവുന്ന യോഗ്യതകളിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന ആളുകളെ നോക്കി കണ്ടെത്തി നിയമിക്കുക എന്നത് തന്നെയാണ് അഭികാമ്യം. ബിഗയ 272 പേജിൽ അല്ലാമ അബ്ദുള്ള ബാ ഫഖീഹ് റഹ്മഹുള്ളയുടെ ഫത്വ ഉദ്ധരിച്ച് കാണാം, അമ്മാ ലൗലം യക്കുൻ സമ്മ സോലിഹുൻ, കാളിക്ക് പൂർണ്ണ യോഗ്യതയുള്ള ഒരാൾ ലഭ്യമല്ലെങ്കിൽ, അത് തീരെ ലഭിക്കാതെ പോയി, ഔ തഅസ്സറ അല്ലെങ്കിൽ അത്തരം ഒരാളെ ലഭിക്കൽ വളരെ പ്രയാസകരമായി തീർന്നു. നഫദത്ത് തൗലിയത്തുൽ മുഖല്ലിദി, മുജ്തഹിദല്ലാത്ത ആളെ കാളിയായി നിയമിച്ചാൽ സാധുവാണ്. വൽ ഫാസിഖി വലൗമിൻ വൈരിദി ഷൗക്കത്തിൻ, അത് ഭരണാധികാരി അല്ലാതെ അഹ്ലുൽ അല്ലു വൽ അഖ്ദ് നിയമിക്കുകയാണെങ്കിൽ പോലും, ലാക്കിൻ യതഅയ്യനു തഖദീമുൽ അംസലി ഫൽ അംസലി, പരമാവധി ഖളാ എന്ന ആ സ്ഥാനത്തിന് കൂടുതൽ പറ്റുന്നവരും അർഹരായവരെയും കണ്ടെത്തി അവരെ തന്നെ നിയമിക്കാനുള്ള ശർമ്മമാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും അതിനാണ് ശർമ്മിക്കേണ്ടതും എന്ന് അല്ലാമ അബ്ദുള്ള ബാ ഫഖീഹിനെ ഉദ്ധരിച്ച് ബിഗയ 272 പേജിൽ പറഞ്ഞിട്ടുണ്ട്. കാളിക്ക് നിർബന്ധ നിബന്ധനകൾക്കപ്പുറം
സുന്നത്തായ കുറേ നിബന്ധനകൾ കിതാബുകളിൽ പറയുന്നുണ്ട്. ഞാനതെല്ലാം കൂടി വിശദീകരിക്കുന്നില്ല. ഒരു സഹനമുള്ള ആളാവണം, എടുത്തു ചാടി ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാവരുത്. കാരണം പ്രശ്നങ്ങൾ തീർക്കാനാണ് കാതി. കാതിനെ കൊണ്ട് ഇനി ഒരു പ്രശ്നമാവണ്ട. അതുകൊണ്ട് ഹിൽമുള്ള ആളാവണം, ഹലീമുള്ള ആളാവണം, ഹിൽമിൻ തസബുത്തിൻ ഒരു സ്ഥിരതയുള്ള ആളാവണം, വലീനിൻ നല്ല സ്വഭാവ മഹിമയുള്ള ആളാവണം, അതുപോലെ എഴുത്തറിയുന്ന ആളാവണം, ഭാഷ അറിയുന്ന ആളാവൽ നല്ലതാണ്. ഖനൂഅൻ സാമ്പത്തിക രംഗത്തൊക്കെ ഒരു ആർത്തിയില്ലാതെ, സാമ്പത്തിക മോഹം ഇല്ലാതെ ഹലാലായ വകുപ്പിലൂടെ കിട്ടുന്നത് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാവണം. സലീമമിനെ ഷഹന ഈ ശത്രുതയും വിദ്വേഷവും ഇങ്ങനെ വെച്ച് പുലർത്തുന്ന ആളാവരുത്. സ്വതൂക്കൻ സത്യസന്ധന ആളാവണം, നല്ല ബുദ്ധിയുള്ള ആളാവണം. മുക്കല്ലഫ് എന്ന ബുദ്ധി എല്ലാവർക്കും നിർബന്ധം തന്നെയാണ്. അതിലപ്പുറം നല്ല പരമാവധി കൂടുതൽ ബുദ്ധിശക്തിയുള്ള ആളാവണം എന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിൽ കാണാൻ ഖുറൈശി ആവലും സുന്നത്ത്, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളാവൽ സുന്നത്തുണ്ട്. അപ്പോൾ നാടൻ ഭാഷയിലൊക്കെ നമ്മളെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തങ്ങളാവലൊക്കെ സുന്നത്താന്ന് വേണമെങ്കിൽ പറയാം. ഖുറൈശി ആവൽ സുന്നത്തുണ്ട്. പക്ഷേ ഖത്തീബ് ഷിർബീൻ റഹ്മുള്ള മോയിനിയിലും അതുപോലെ റൗദിലും ഒക്കെ വിശദീകരിച്ചത് കാണാം. എങ്കിലും ഖുറൈശിയാവുക, ഒരു തങ്ങളാവുക, അഹ്ലുബൈത്തിൽപ്പെട്ട ഒരാളാവുക എന്നതൊക്കെ നല്ലതാണ്. അതൊരു പരിഗണിക്കപ്പെടേണ്ട ഒരു സുന്നത്തായ വിശേഷണം തന്നെയാണ്. പക്ഷെ മുറാഅത്തുൽ ഇൽമി വത്തുഖാ ഔലാ മിൻ മുറാഅത്തിൻ നസബി, കുടുംബമഹിമയും കുടുംബ പാരമ്പര്യവും ഒക്കെ പരിഗണിക്കുന്നതിലേറെ പരിഗണിക്കപ്പെടേണ്ടത് ഇൽമും തഖ്വയും ആണ്. ദീനീ ചിട്ടയും ദീനീ സ്വഭാവവും ആ ദീനിയായ ജീവിത ചുറ്റുപാടും ഇൽമുമാണ് കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത്. വമുറാഅത്തുൽ ഇൽമി വത്തുഖാ ഔലാ മിൻ മുറാഅത്തിൻ നസബി ഖതീബ് ഷിർബീൻ റളിയല്ലാഹു അൻഹു മോയിനിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ ഇന്നത്തെ കാദിമാരെല്ലാം ളറൂറത്തിൻ്റെ കാദിമാണ്. ഞാൻ പറഞ്ഞു 3 അർത്ഥത്തിൽ വേണമെങ്കിൽ ളറൂറത്ത് പറയാം. ഒന്ന്, യോഗ്യത, പൂർണ്ണ യോഗ്യനായ ആളെ ലഭ്യമല്ല, മുജ്തഹിദ് എന്നുള്ള യോഗ്യത ഏതായാലും ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ കാദിമാരൊക്കെ ളറൂറത്തിൻ്റെ കാദിമാരാണ്. ഇമാമുൽ അഅ്ലമാണ് അടിസ്ഥാനപരമായ കാദിനെ നിയമിക്കേണ്ടത്. നിയമനാധികാരം തന്നെ അഹ്ലുൽ ഹൽ വൽ അഖദിന് വന്നത് ളറൂറത്തിൻ്റെ പേരിലാണ് എന്ന നിലക്കും അവിടെ ഒരു ളറൂറത്ത് വരുന്നുണ്ട്. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, യോഗ്യതയുള്ളിടത്ത് പോലും ഭരണാധികാരി അയോഗ്യത നിശ്ചയിച്ചാൽ അത് ളറൂറത്തിൻ്റെ പേരിൽ അനുസരിക്കപ്പെടേണ്ട സാഹചര്യം വരും. ത്വഹഫ 10-ാം വാർഡിൽ 115 ളറൂറത്തിൻ്റെ കാദിയെ നിർവചിച്ചിട്ടുണ്ട്. വഹുവ മൻ ഫുഖിദ ഫീഹി ബഅ്ദു ശുറൂത്തി സാബിഖ എന്നാണ് ത്വഹഫയുടെ നിർവചനം. മൻ ഫുഖിദ ഫീഹി ബഅ്ദു ശുറൂത്തി സാബിഖ, നേരത്തെ പറഞ്ഞിട്ടുള്ള നിബന്ധനകളിൽ ചിലതെങ്കിലും ഇല്ലാത്ത കാദിയാണ് കാദിൽ ളറൂറത്ത് എന്ന് പറയുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ, ശരിയത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ നിബന്ധനകളെല്ലാം പൂർണ്ണമായ കാദിയുടെ എല്ലാ നിലവാരങ്ങളും സ്ഥാനങ്ങളും അധികാരങ്ങളും അനുവാദങ്ങളും ഒക്കെ ളറൂറത്തിൻ്റെ കാദിക്കും ഉണ്ട്. നിബന്ധനയൊക്കെ എല്ലാം പൂർണ്ണമായ കാദിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയും. ളറൂറത്തിൻ്റെ കാദിയാണെങ്കിൽ അതിലിടപെടാൻ പറ്റില്ല, ഇതിലേ ഇടപെടാവൂ എന്ന വേർതിരിവൊന്നുമില്ല. നിബന്ധനകളെല്ലാം പൂർണ്ണമായ കാദിക്ക് ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ എന്തിനെല്ലാം അനുവാദങ്ങളുണ്ടോ അധികാരങ്ങളുണ്ടോ അതെല്ലാം ളറൂറത്തിൻ്റെ കാദിക്കുമുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തെ മതേതര രാജ്യവും ഇവിടുത്തെ ഭരണവ്യവസ്ഥയും അനുസരിച്ച് ഇവിടുത്തെ കാദിമാർ ളറൂറത്തിൻ്റെ കാദി ആണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ക്രിമിനൽ വകുപ്പിൽ ഇടപെടാൻ കഴിയില്ല. അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇവിടെ പരിമിതികൾ ഉണ്ട്. അക്കാര്യങ്ങളെ അവർ ഏറ്റെടുത്ത് ചെയ്യേണ്ടതുള്ളൂ. അത് ചെയ്യാൻ ഇവിടെ നിയമവ്യവസ്ഥ അനുവദിക്കുന്നും ഉണ്ട്. പക്ഷേ നിബന്ധനപൂർണമായ കാദിയും സാക്ഷാൽ കാദി എന്ന് വേണമെങ്കിൽ പറയാം, നിബന്ധനകൾ, ആ കാദിയും ളറൂറത്തിൻ്റെ കാദിയും തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ പ്രധാനമായ വ്യത്യാസം, എല്ലാ നിബന്ധനകളും പൂർണ്ണമായ കാദി ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ, വിധി നടത്തുമ്പോൾ ആ വിധിയുടെ പ്രമാണങ്ങളോ ന്യായങ്ങളോ സാധാരണക്കാരല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇല്ല, അത് വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ല. കാരണം അദ്ദേഹം മുജ്തഹിദ് എന്ന നിബന്ധന അടക്കമുള്ള കാദിയാണ്. അദ്ദേഹം ഒരു വിധി പ്രസ്താവിച്ചാൽ അതിൻ്റെ പ്രമാണങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതില്ല.
കാരണം മുജ്തഹിദിൻ്റെ വിശദീകരണം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതേസമയം ലറൂറത്തിൻ്റെ ഖാദിയാവുമ്പോൾ വിധി പ്രസ്താവനകൾ നടത്തുമ്പോൾ അതിൻ്റെ അവലംബം അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. തുഅഫ 10-115 വസറഹ ജംഉൻ മുതഅഖിറൂന ബിഅന്ന ഖാദിയൽ ലറൂറത്തി വഹുവ മൻ ഫുഖിദ ഫീഹി ബഅദു ശുറൂത്തി സാബിഖത്തി യൽസമുഹു ബയാനു മുസ്തനദിഹി. ലറൂറത്തിൻ്റെ ഖാദിമാർ അവരൊരു വിധി നടത്തിയാൽ, ഉദാഹരണം ഒരു തലാഖിൻ്റെ കേസ് അവരെടുത്തെത്തിയപ്പോൾ ആ തലാഖ് സംഭവിച്ചിട്ടുണ്ട്, വിവാഹബന്ധം ക്യാൻസലായിട്ടുണ്ട് എന്നവർ വിധി നടത്തിയാൽ ആ വിധിയുടെ അവലംബ രേഖ എന്താണ് എന്നവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. യൽസമുഹു ബയാനു മുസ്തനദിഹി, വിധിയുടെ അവലംബ രേഖകളും പ്രമാണങ്ങളും വിശദീകരിക്കൽ ലറൂറത്തിൻ്റെ ഖാദിക്ക് നിർബന്ധമാണ്. തുഅഫ 10-115 അബ്ദുൽ ഹമീദ് ഷിർവാനി അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇദാ സുഇല അൻഹു, അത് അന്വേഷിക്കപ്പെടുമ്പോൾ വെളിപ്പെടുത്തിയാലും മതിയാകും. ലളിതമായ വിധിയാണെങ്കിൽ പോലും യൽസമുഹു ബയാനു മുസ്തനദിഹി ഫി സായിരി അഹ്കാമിഹി, അബ്ദുൽ ഹമീദ് ഷിർവാനി വിശദീകരിച്ചല്ലോ ബദീഹിയത്തൻ, വളരെ ലളിതമായ വിധി പ്രസ്താവനകളാണ്. സത്യത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ചെറിയ ബോധമുള്ളവർക്ക് പോലും അത് മനസ്സിലാകും. എന്നാൽ പോലും ചോദിക്കപ്പെട്ടാൽ ആ വിധിയുടെ അവലംബ രേഖ ഇന്നതാണ് എന്ന് വെളിപ്പെടുത്തൽ ലറൂറത്തിൻ്റെ ഖാദിമാർക്ക് നിർബന്ധമാണ്. വലാ യുഖ്ബലു ഖൗലുഹു ഹകംതു ബികദാ, ഞാൻ ഇന്നത് വിധി നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. മിൻ വൈരി ബയാനിൽ മുസ്തനദിഹി, അവലംബ രേഖ വിശദീകരിക്കണം. തുഅഫ 10-115 അവലംബ രേഖ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാക്ഷിമൊഴികളായിരിക്കും, മസ്അലാപരമായിട്ടാണെങ്കിൽ നമ്മുടെ ഫിഖ് ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികളായിരിക്കും. അബ്ദുൽ ഹമീദ് ഷിർവാനി തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്, അൽ മുതബാദിറു മിനൽ മഖാമി ബിൽ മുസ്തനദി ഹുവ മാ യശ്മിലു കലാമ നഖലത്തിൽ മദ്ഹബി ഫിൽ മസ്അല. ഉദാഹരണത്തിന് തലാഖ് സംബന്ധമായ ഒരു കേസ് വന്നപ്പോൾ ആ തലാഖ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഖാദി വിധി നടത്തുന്നതെങ്കിൽ മദ്ഹബിൻ്റെ അംഗീകൃതമായ കിതാബുകളിൽ ഏത് കിതാബിൻ്റെ ഉദ്ധരണി പ്രകാരമാണ് നിങ്ങൾ ആ വിധി പറഞ്ഞത് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത ലറൂറത്തിൻ്റെ ഖാദിമാർക്ക് ഉണ്ട്. ലറൂറത്തിൻ്റെ ഖാദിയും മറ്റ് ഖാദിയും സാക്ഷാൽ ഖാദിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണത്. ഞാൻ എൻ്റെ വിശദീകരണം ചുരുക്കുകയാണ്. ഇപ്പോൾ മുത്തല്ലിങ്ങൾ ഒരു പഠന സെഷനിലാണല്ലോ. അടിസ്ഥാനപരമായി ഖാദിയെ നിയമിക്കേണ്ടത് സുൽത്താനാണ് എന്നും, എന്നാൽ ദുഷൗക്കത്തി എന്ന വകുപ്പിൽ വലവ് കാഫിറൻ അമുസ്ലിമായ ഭരണാധികാരി നിയമിച്ചാൽ പോലും ആ ഖാദിക്ക് അംഗീകാരമുണ്ട് എന്നും പറഞ്ഞ കൂട്ടത്തിൽ ഒരു പഠന സെഷൻ ആയതുകൊണ്ട് മുത്തല്ലിങ്ങളുടെ കൂടുതൽ വായനയ്ക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ലറൂറത്തിൻ്റെ ഖാദിയെ നിയമിക്കുന്ന വ്യക്തി ചിലപ്പോൾ അമുസ്ലിം ആവാൻ അമുസ്ലിം നിശ്ചയിച്ചാലും ആ ഖാദിക്ക് അംഗീകാരമുള്ളതുപോലെ ചിലപ്പോൾ നിശ്ചയിക്കപ്പെടുന്ന ഖാദി അമുസ്ലിമായാലും ഖാദി ലറൂറ എന്ന പരിധിയിൽ അദ്ദേഹത്തെ അംഗീകരിക്കപ്പെടുന്ന വകുപ്പ് ഉണ്ട്. മുത്തല്ലിങ്ങളുടെ പഠനത്തിന് വേണ്ടി തുടർ വായനയ്ക്ക് വേണ്ടി ഞാൻ ആ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രണ്ട് സംഗതി, നിയമിക്കേണ്ടത് മുസ്ലിം ഭരണാധികാരിയാണ്, നാട്ടിലെ അഹ്ലുൽ അൽ വൽ ഹഖദാണ്. അവിടെ ഒരു അമുസ്ലിമായ രാജാവിൻ്റെ ഭരണ സംവിധാനമാണെങ്കിൽ ആ അമുസ്ലിമായ രാജാവ് ചിലപ്പോൾ ആരെ നിയമിച്ചു തരും? ഖാദി. അപ്പം ഖാദിയെ നിയമനം നടത്തുന്ന ആളാരായി? അമുസ്ലിമായി. അങ്ങനെ അമുസ്ലിമായ വ്യക്തി നിയമനം നടത്തുന്ന ഖാദിക്ക് ലറൂറത്തിൻ്റെ ഖാദി എന്ന നിലയ്ക്ക് നമ്മുടെ നിയമവകുപ്പിൽ അംഗീകാരമുണ്ട്. എന്നതുപോലെ ചിലപ്പോൾ ചില ഭരണവ്യവസ്ഥയിൽ നിയമിക്കപ്പെടുന്ന ഖാദിയായി ജഡ്ജിയായി നിയമിക്കപ്പെടുന്ന വ്യക്തി തന്നെ മുസ്ലിം അല്ലാത്ത രൂപത്തിൽ വന്നാലും ലറൂറത്തിൻ്റെ ഖാദി എന്ന നിലയ്ക്ക് അത് പരിഗണിക്കപ്പെടുന്ന വകുപ്പുകൾ ഇസ്ലാമിലുണ്ട്. കാരണം ലറൂറത്തിൻ്റെ ഖാദിയുടെ നിബന്ധന ഞാൻ എന്താ പറഞ്ഞത്? മൻ ഫുഖിദ ഫീഹി ബഅദു ശുറൂത്ത്, മൻ ഫുഖിദ ഫീഹി ബഅദു ശുറൂത്ത്. ഈ മൻ ഫുഖിദ ഫീഹി ബഅദു ശുറൂത്ത് എന്ന് പറയുന്നിടത്ത് ഇസ്ലാമി എന്ന നിബന്ധന ഇല്ലാതെയിട്ടും വരാം. തുഅഫ 10-114 ഉദ്ധരണി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വബഹസൽ ബുൽഖീനിയു നുഫൂദ തൗലിയത്തി ഇംറഅത്തിൻ വഅഅമ വഖിന്നിൻ വകാഫിരിൻ. നുഫൂദ തൗലിയത്തി ഇംറഅത്തിൻ, ഇളാഫത്ത് ഫായിലേക്കല്ല മഫ്ഊലിലേക്കാണ്. ഇംറഅത്തിനെ ഖാദിയായി ഒരു ഭരണാധികാരി നിയമിച്ചു. വകാഫിരിൻ, കാഫിറിനെ മുസ്ലിം അല്ലാത്തൊരു വ്യക്തിയെ ജഡ്ജിയായി ഖാദിയായി നിയമിച്ചു.
എന്നാൽ നെറൂറത്തിൻ്റെ കാളി എന്ന നിലക്ക് അതിനും അംഗീകാരം വരുന്ന വകുപ്പുണ്ട്, വിശദീകരിക്കാൻ സമയമല്ല. വനാസഅഹുൽ അദ്റഇയ്യു, അദ്റഇക്ക് അതിൽ വിയോജിപ്പുണ്ട്. പക്ഷെ വൽ ഔജഹു മാ ഖാലൽ ബുൽഖീനിയു ലിഅന്നൽ ഫർള അൽ ഇൽതിറാറു, ഭരണാധികാരി ജഡ്ജിയായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു അമുസ്ലിമിനെ നിശ്ചയിച്ചാലും ദറൂറത്തിൻ്റെ കാളി എന്ന ഒരു പരിഗണന, ഒരു അംഗീകാരം ആ കാളിക്ക് ഇസ്ലാമിക നിയമത്തിനും വരുന്ന വകുപ്പുണ്ട്. തുഹ്ഫ 10ാം വാള്യം 114 പേജിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് സംസാരം അവസാനിപ്പിക്കും. കാളി എന്ന് പറയുന്ന ഇസ്ലാമിക വ്യവസ്ഥയിൽ വളരെ ഉന്നതമായ ഒരു സംവിധാനമാണ്, ഒരു സ്ഥാനമാണ്. അതുകൊണ്ടും കൂടിയാണ് കാളിക്ക് വലിയ നിബന്ധനകൾ നേരത്തെ പറഞ്ഞു. ഇനി കാളി സ്ഥാനത്തിൻ്റെ ആ ഒരു സംരക്ഷണത്തിനും അതിൻ്റെ ഒരു വിശ്വസ്തതയും അതിൻ്റെ ഒരു അംഗീകാരവും നിലനിർത്താൻ വേണ്ടി ഇസ്ലാമിക നിയമവകുപ്പുകളിൽ കാണാം, ചില അയോഗ്യതകളിൽ കാളികളിൽ സംഭവിച്ചാൽ കാളി സ്വയം കാളി അല്ലാതെയായി മാറിയിരിക്കും. ഇൻഇസാലി എന്ന് പറയും നമ്മുടെ കിതാബിൻ്റെ ഭാഷയിൽ. കാളി യോഗ്യത നഷ്ടപ്പെടുന്ന വിധത്തിൽ കാളി എന്ന ആ സ്ഥാനത്തിന് അദ്ദേഹത്തെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് ചില അയോഗ്യതകൾ അദ്ദേഹത്തിൽ സംഭവിച്ചാൽ സത്യത്തിൽ അദ്ദേഹം സ്വയം കാളി അല്ലാതെയായി മാറിയിട്ടുണ്ട്. ഞാൻ തൊഹഫയിൽ നിന്ന് വായിക്കാം, ഇമാം നവവിയുടെ ഇബാറത്തടക്കം. ഇതാ ജുന്ന കാളി, ഒരു കാളിയായി നിയമിക്കപ്പെട്ട ഒരാൾക്ക് ഭ്രാന്ത് സംഭവിച്ചു, മാനസിക നില തകരാറിലായി, എന്നാൽ അദ്ദേഹം സ്വയം കാളിയല്ലാതെയായി മാറിയിട്ടുണ്ട്, ഇപ്പോൾ അദ്ദേഹം കാളിയല്ല. ഔ ഉഗ്മിയ അലൈഹി, കാളിക്ക് അബോധാവസ്ഥ സംഭവിച്ചു. ബോധക്കേട് എന്ന നാടൻ ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്, മുത്താലിങ്ങളുടെ ഭാഷയിൽ ഇഗ്മാ എന്ന് പറയും. കാളിക്ക് ഉഗ്മിയ അലൈഹി ഇഗ്മാ സംഭവിച്ചു. വലൗ ലഹ്ലത്തൻ, അത് ഒരു സെക്കൻഡ് സമയത്താണെങ്കിൽ പോലും അതോടുകൂടി അദ്ദേഹം അദ്ദേഹം കാളിയല്ലാതെ മാറിയിട്ടുണ്ട്. അപ്പം ജുനൂന്, ഇഗ്മാ, ഔ മരിള മറളൻ ലാ യുർജാ സവാലുഹു വഖദ അജദ മഅഹു അനിൽ ഹുക്മി, കാളി എന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ കഴിയാത്ത വിധത്തിൽ ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രൂപത്തിലുള്ള രോഗം വന്നുപോയി. ഔ അമിയലി, കണ്ണിൻ്റെ കാഴ്ചശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. ഔ ദഹബ ലബ്തുഹു, അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഓർമ്മബോധം നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെയൊക്കെ വന്നാൽ ലാ യൻഫുദു ഹുക്മുഹു ലിൻഇസാലിഹി ബിദാലിക, അത്തരം സംഗതികളെ കൊണ്ട് അദ്ദേഹം കാളി സ്ഥാനത്ത് നിന്ന് സ്വയം നീങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഗതി സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നിലവിൽ കാളി അല്ല. ഇനി ആ പ്രശ്നം നീങ്ങിയാലോ, അബോധാവസ്ഥ വന്ന ഇഗ്മാ വന്ന ഒരാൾക്ക് ആ ഇഗ്മാ പിന്നീട് മാറി ഇഫാഖത്തിലേക്ക് എത്തി, എന്നാൽ സ്വയം കാളി എന്ന സ്ഥാനം വീണ്ടും തിരിച്ചു വരൂല. ആവശ്യമെങ്കിൽ പുതിയ തൗലിയത്ത് നിയമനം നടത്തേണ്ടതാണ്. ആരാണ് നിയമനം നടത്തേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫഇൻ സാലത്ത് ഹാദിഹിൽ അഹ്വാലു, നേരത്തെ സംഭവിച്ച പ്രശ്നങ്ങളിൽ ന്യൂനതകൾ സംഭവിച്ചാൽ കാളി സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനാകുമെന്നും സ്വയം ആ സ്ഥാനത്ത് നിന്ന് നഷ്ടപ്പെടുമെന്നും പറഞ്ഞതിന് ശേഷം മിൻഹാജ് തുടരുന്നു. ഫഇൻ സാലത്ത് ഹാദിഹിൽ അഹ്വാലു ലം തഉദ് വിലായത്തുഹു, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാലും സ്വയം പിന്നീട് കാളി സ്ഥാനം തിരിച്ചു വരില്ല. ഫിൽ അസഹി ഇല്ലാ ബി തൗലിയത്തിൻ ജദീദ, പുതിയ നിയമനം വേണം. തുഹഫ 10ാം വാള്യം 120, 121. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, കാളി അത് നെറൂറത്തിൻ്റെ കാളിയാണെങ്കിലും അല്ലാത്ത സാക്ഷാൽ കാളിയാണെങ്കിലും കാളി എന്ന നിലക്ക് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയമസാധുതയുള്ളത് അദ്ദേഹം കാളിയായി നിശ്ചയിക്കപ്പെട്ട ആ ഖളാഇൻ്റെ മഹല്ലുൽ വിലായത്തിൽ വെച്ച് ചെയ്യുമ്പോൾ മാത്രമാണ്. കാളിയും മുഫ്തിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, മുഫ്തിക്ക് നിയമന ആവശ്യമില്ല, മുഫ്തിക്കൊരു സ്ഥലപരിമിതിയുടെ സ്വഭാവമില്ല, സ്ഥലത്തിൻ്റെ അതിർത്തിയുടെ സ്വഭാവം ഇല്ല. കാളിക്ക് അതുണ്ട്. ഇപ്പോൾ ഒരു കാളി എന്ന നിലക്ക് ചെയ്യുന്ന ഒരു സംഗതി അദ്ദേഹം കാളിയായി നിശ്ചയിക്കപ്പെട്ട നാട് ഏതാണോ ആ നാടിൻ്റെ പരിധിക്കുള്ളിൽ വെച്ച് ചെയ്യണം. ഒരു കാളി 10 നാടുകളിൽ കാളിയായി നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ 10ഉം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മഹല്ലുൽ വിലായത്താണ്. അദ്ദേഹത്തെ കാളിയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചാകുമ്പോഴേ അതിന് നിയമസാധുതയുള്ളൂ. മലപ്പുറത്തെ കാളിയായി നിശ്ചയിക്കപ്പെട്ട ഒരാൾ, അദ്ദേഹം പാലക്കാട് കാളിയായി ബൈഅത്ത് ചെയ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം പാലക്കാട് വെച്ചുകൊണ്ട് മലപ്പുറത്തെ ആളുകൾക്ക് ഇങ്ങോട്ട് വിധി നടത്തിയാൽ പോലും അതിന് ഖളാ എന്ന നിലക്കുള്ള അംഗീകാരം ഇല്ല.
അതിന് ഖളാ എന്ന നിലക്കുള്ള നിയമസാധുതയില്ല. ചില വിഷയങ്ങളൊക്കെ നമുക്ക് തസ്ദീഖിൻ്റെ പേരിൽ അമൽ ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയും തസ്ദീഖിനനുസരിച്ച് അമൽ ചെയ്യാം. ഖാളി ഖളാ എന്ന സംവിധാനമില്ല. ഖാളി ഇവിടെയൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഖാളിമാർ, ഒരുപക്ഷെ പിന്നീട് എൻ്റെ സംസാരം ഖാളിമാരും കേട്ടാലോ, ഖാളിമാർ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ചിലപ്പോഴെങ്കിലും അത്തരം വിഷയം ശ്രദ്ധിക്കാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ ഖാളി വലിയായി നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. പെണ്ണിന് രക്തബന്ധത്തിലൂടെയൊന്നുള്ള വലിയില്ല, രക്ഷിതാവില്ല, ഖാളിയാണ് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ട് കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ. ഖാളിയ നിക്കാഹ് നടത്തുന്നത് ഖാളി എന്ന സ്ഥാനമുള്ള അദ്ദേഹത്തെ ഖാളിയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് തന്നെയാവണം. അദ്ദേഹം ആ നിക്കാഹ് നടത്തുമ്പോൾ പെണ്ണ് ആ മഹല്ലുൽ വിലായത്തിൽ ഉണ്ടാവുകയും വേണം. ഖാളിയായി ഒരു ആലിമിന്, ഒരു പണ്ഡിതനെ ഖാളിയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തുള്ള ഒരു പെണ്ണിൻ്റെ നിക്കാഹ് തന്നെ അദ്ദേഹം വലിയായി ചെയ്തു കൊടുക്കേണ്ട നിക്കാഹ്. പെണ്ണ് മഹല്ലുൽ വിലായത്തിലുണ്ട്, പക്ഷെ ഇദ്ദേഹം നിക്കാഹ് നടത്തിയത് പുറത്താണ്. കാരണം മലപ്പുറത്തുള്ള ഒരു പെണ്ണ്, വലിയില്ലാത്തൊരു പെണ്ണിൻ്റെ നിക്കാഹ് മലപ്പുറത്തെ ഖാളി നടത്തിയത് പാലക്കാട് വെച്ചാണ്. പാലക്കാട് അദ്ദേഹം ഖാളിയല്ല, ആ നിക്കാഹ് സ്വഹീഹാവുകയില്ല. പാലക്കാടുള്ള ഒരു പെണ്ണിനെ മലപ്പുറത്തെ ഖാളി മലപ്പുറത്ത് വെച്ച് നിക്കാഹ് ചെയ്തു കൊടുത്താലും ശരിയല്ല, ആ പെണ്ണ് നിക്കാഹ് നടക്കുമ്പോൾ മലപ്പുറത്തില്ലെങ്കിൽ. അങ്ങനെ രണ്ട് നിബന്ധന ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ പറഞ്ഞത് ഖാളി എന്ന നിലക്ക് ചെയ്യുന്ന ഇടപെടലുകളും തീരുമാനങ്ങളും മുഴുവനും എവിടെ വെച്ചായിരിക്കണം? ആ ഖാളിയെ ഖാളിയായി നിയമിച്ചിട്ടുള്ള പ്രദേശത്ത് വെച്ചായിരിക്കണം. എന്നാൽ അതിന് അംഗീകാരമുള്ളൂ. ഖാളി വലിയായി നടക്കുന്ന നിക്കാഹുകളാണെങ്കിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഖാളിയ നിക്കാഹ് നടത്തുന്നത് അദ്ദേഹം ഖാളിയായി നിയമിക്കപ്പെട്ടിട്ടുള്ള ഖാളി അധികാരമുള്ള മഹല്ലുൽ വിലായത്തിൽ വെച്ചാവണം. നിക്കാഹ് നടക്കുമ്പോൾ ആ അധികാര പരിധിയിൽ പെണ്ണുണ്ടാവുകയും വേണം. അതൊക്കെ ചിലപ്പോൾ ലംഘിക്കപ്പെടാറുണ്ട്. ഖാളിമാർ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹിയുടെ വിശദീകരണം വായിച്ച് കേൾപ്പിക്കാം. 10 വാള്യം 126 പേജ്. ഫഇൻകാന ഖാളിയാണെങ്കിൽ ഫി വൈരി മഹല്ലി വിലായത്തിഹി, തനിക്ക് ഖാളി എന്ന സ്ഥാനമുള്ള പ്രദേശത്തിൻ്റെ പുറത്താണെങ്കിൽ ഫക മഅസൂലിൻ, അദ്ദേഹം ഖാളി എന്ന സ്ഥാനം നഷ്ടപ്പെട്ട വ്യക്തിയെ പോലെയാണ്. ലിഅന്നഹു ലാ യംലികു ഇൻഷാ അൽ ഹുക്മി ഹീനഇദിൻ ഫലാ യൻഫുദു ഇഖ്റാറുഹു. വിശദീകരണം 10-126, നിഹായ 8 വാള്യം 247. നിങ്ങൾ അധിക വായനയ്ക്ക് വേണ്ടി ഞാൻ പേജ് നമ്പർ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സംസാരം അവസാനിപ്പിച്ചു. നമ്മുടെ രാജ്യത്ത് അൽഹംദുലില്ലാഹ് ഒരു ഖാളി സംവിധാനത്തിനുള്ള അനുവാദവും അംഗീകാരവും ഒക്കെ നമ്മുടെ രാജ്യ നിയമവ്യവസ്ഥയിൽ ഉള്ളത് കൊണ്ട് രാജ്യത്തെ പൊതു നിയമം അനുസരിച്ച് പരിമിതി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാടുകളിൽ ഖാളിമാരുണ്ട്. ഖാളിമാരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. ഒരുപക്ഷെ എൻ്റെ ശബ്ദം ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളല്ലാത്തവർക്കും കൂടി കേൾക്കാൻ ഒരു അവസരം കിട്ടിയാലോ എന്നതുകൊണ്ട് ഉപദേശിക്കാൻ അർഹനല്ലെങ്കിലും ഖാളിമാർ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ ഞാൻ നിങ്ങളെയും ഇനി ഒരുപക്ഷെ പിന്നീട് എൻ്റെ ശബ്ദം കേൾക്കുന്നവരെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഖളാ എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ളതും എന്നാൽ വലിയ ഗൗരവമുള്ളതുമായ സംഗതിയാണ്. ഖാളിമാർക്കത് അറിയണം. അന്നൽ ഖളാ ഫീഹി ഖതറുൻ അളീമുൻ വ വിസ്റുൻ കബീറുൻ ലിമൻ ലം യുഅദ്ദിൽ ഹഖ്ഖ ഫീഹി. ഖാളിയായി നിയമിക്കപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം ഇസ്ലാമിക നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാതെ അതിൽ അനാസ്ഥ വരുത്തിയാൽ, അതിൽ അശ്രദ്ധ വരുത്തിയാൽ, പോരായ്മ വരുത്തിയാൽ അത് വലിയ ആഖിറത്തിൽ വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീരും. ഫീഹി ഖതറുൻ അളീമുൻ വ വിസ്റുൻ കബീറുൻ ലിമൻ ലം യുഅദ്ദിൽ ഹഖ്ഖ ഫീഹി വലിദാലിക കാന സലഫു യംതനിഊന മിൻഹു അശദ്ദൽ ഇംതിനാഅ്. സലഫു സ്വാലിഹീങ്ങളായ മഹാന്മാരും സ്വാലിഹീങ്ങളും അള്ളാഹുവിൻ്റെ വലിയ ഭയവും തഖ്വയുമുള്ളവർ ഖാളിസ്ഥാനത്തിന് വേണ്ടി അവർ ഖാളിസ്ഥാനം ഏറ്റെടുക്കാൻ പിന്നാലെ നടക്കുമ്പോൾ അവരതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറുകയായിരുന്നു അതിൻ്റെ സ്വഭാവം. ഒരു ചരിത്രം പറയുന്നത് കാണാം. അബൂ ഖിലാബ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം ബസറയിലെത്തിയപ്പോൾ ബസറക്കാർ അദ്ദേഹത്തെ ഖാളിയാക്കാൻ തീരുമാനിച്ചു. ഉടനെ അദ്ദേഹം അവിടുന്ന് സ്ഥലം വിട്ടു യമാമയിലേക്ക് പോയി. യമാമ നാട്ടുകാരും ഇവിടെ അബൂ ഖിലാബ് ഉസ്താദ് വന്നു എന്ന് കേട്ടപ്പോൾ മൂപ്പരെ നമുക്ക് ഖാളിയാക്കാച്ചിട്ട് പിന്നാലെ കൂടി. ഷാമി, അദ്ദേഹം ഉടനെ അവിടുത്തെ സ്ഥലം വിട്ടു ഷാമിലേക്ക് പോയി. എന്നെ ഇവിടെ ഖാളിയാക്കുമോ എന്ന് പേടിച്ചിട്ട് അവിടുന്ന് രാജ്യം വിടുകയാണ്. രണ്ടാമത്തെ രാജ്യം വിട്ട സ്ഥലത്തെത്തിയപ്പോൾ അവിടെയും ഖാളിയാക്കാൻ മുസ്ലിങ്ങൾ ശ്രമിച്ചപ്പോൾ അവിടുന്ന് മാറുകയാണ്.
മൂന്നാമത്തെ നാട്ടിലെത്തിയപ്പോഴും അവിടുത്തെ നാട്ടുകാർ ഖലാസ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ സമീപിച്ചു. വക്കീൽ അദ്ദേഹത്തോട് പറഞ്ഞു, ലൈസ ഹാഹുനാ വൈറക്ക്, ഇവിടെ യോഗ്യനുള്ള വേറൊരാളുമില്ല, ഇവിടെ കാളിയാവാൻ യോഗ്യതയുള്ള വേറെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫാൻസിലുൽ അംറ അലാ മാ ഖുൽതു, എന്നാൽ പിന്നെ നിങ്ങൾ പറഞ്ഞതാ, കാരണം കാളിയാവാൻ വേറെ യോഗ്യത ഇല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരാൾ അത് ഏറ്റെടുക്കൽ നിർബന്ധമാണ് എന്നിങ്ങനെ കാണാം. സുപ്രസിദ്ധമായ ഹദീസാണ്, കാളിമാർ മൂന്നിനമുണ്ട്. മൂന്നിനം കാളിമാരുണ്ട്. കാലിം ഫിൽ ജന്ന, ഒരിനം കാളി സ്വർഗത്തിലാണ്. വ കാളിയാൻ ഫിന്നാർ, രണ്ടിനം കാളിമാർ നരകത്തിലായിരിക്കും. കടുത്ത താക്കീതാണത്. റജുലുൻ അറഫൽ ഹഖ വ ഖളാ ബിഹി, കൃത്യമായി ശർഈയായ നിയമങ്ങൾ അറിയുകയും അതനുസരിച്ച് ശരിയായ രൂപത്തിൽ വിധി നടത്തുകയും ചെയ്ത കാളിമാർ, അവർ സ്വർഗം ലഭിക്കുന്ന കാളിമാരാണ്. ഫഹുവ ഫിൽ ജന്ന. മൻ അറഫ, അറിവുണ്ട് പക്ഷേ വജാറ, വിധികളിൽ അനീതി കാണിച്ചു, ശരിയല്ലാത്ത രൂപത്തിൽ വിധി നടത്തി. വമൻ ഖലാല ജഹിലിൻ, അറിവില്ലാതെ വിധി നടത്തി. ഫഹുമായി രണ്ട് കാളിമാരും ഫിന്നാർ, നരകാവകാശികളാണ് എന്ന് പ്രസിദ്ധമായ ഹദീസുകളിൽ ഉണ്ട്. അതുകൊണ്ട് കാളിമാർ ഛർദ്ദിക്കേണ്ടതുണ്ട്. ഉപദേശിക്കാൻ ഞാൻ അർഹനല്ലെങ്കിലും കാളിമാരും ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ആലിമീങ്ങൾ അത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ മുത്താലിങ്ങളോട്, സദസ്സിലുള്ള മുത്താലിങ്ങളോട്, പഠിതാക്കളോട് പ്രത്യേകിച്ചും, നിങ്ങളും പിന്നീട് ഖാദിയായി നിയമിക്കപ്പെടുന്നവരുണ്ടാവാം. ഖാദിയും മുഫ്തിയും ഒക്കെ ആവാനെന്നാൽ പറ്റിയ രൂപത്തിൽ പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്ത് തരുമാറാവട്ടെ. ഇനി അല്ലാത്തവരും എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഖാദിമാർ, ഇന്നുള്ള ഖാദിമാർ ഇൽമ് അളന്ന് തൂക്കി നോക്കാനൊന്നും നമ്മുടെ മുന്നിൽ സംവിധാനങ്ങളില്ല. അതേസമയം പരമാവധി ഇൽമുള്ളവരെ ശ്രദ്ധിക്കണം, ആജ്ഞാശേഷിയുള്ളവരെ ശ്രദ്ധിക്കണം, ഇസ്ലാമിക ചുറ്റുള്ളവരാവാൻ ശ്രദ്ധിക്കണം. അതൊക്കെ നിയമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും ഖാദിയായി നിയമിക്കപ്പെട്ട ആളുകൾ, ആദരണീയരായ ഖാദിമാർ, ഖാദിയായി നിയമിക്കപ്പെട്ടവർ, അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, വലിയ ബാധ്യതയുണ്ട്. നന്നേ ചുരുങ്ങിയത് ഇൽമ അങ്ങോട്ട് ഇങ്ങോട്ട് ആപേക്ഷികമായി ചില കാര്യങ്ങൾ ഒരാൾക്കറിയാം, അത് മറ്റൊരാൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഒന്നാമത്തെ ആൾക്ക് അറിയാത്തത് രണ്ടാമത്തെ ആൾക്കും തിരിച്ചുമൊക്കെ അറിയാം. പക്ഷെ എല്ലാ ഖാദിമാരും ശ്രദ്ധിക്കേണ്ടത്, ഖളാവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇൽമുള്ള വിശ്വസ്തരായ ആലിമീങ്ങളോട് കൂടി ആലോചിക്കുകയും ആലിമീങ്ങളുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളൊരു സന്നദ്ധത ഖാദിമാർക്ക് അനിവാര്യമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു അധിക പ്രസംഗമായി തോന്നണ്ട, ഒരു ഓർമ്മപ്പെടുത്തലായി കരുതിയാൽ മതി. ഇന്ന് പറ്റിപ്പോകുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഖാദി വലിയായി നടത്തേണ്ട ചില നിക്കാഹ് മഹല്ലിൽ വിലായത്തിലല്ലാതെ ഖാദിമാർ നടത്തുന്ന സംവിധാനവും അത് ചിലപ്പോൾ ശരിയാകൂല എന്ന് പറഞ്ഞ് തിരിച്ചയക്കേണ്ട സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാദിമാരോട്, ആലിമീങ്ങളായ ഖാദിമാരുണ്ട്, സാദാത്തീങ്ങളായ ഖാദിമാരുണ്ട്, എല്ലാ ഖാദിമാരോടും ആദരവോടുകൂടി നമ്മുടെ ഉമ്മത്തിൻ്റെ ഗുണത്തിന് വേണ്ടി, നമ്മുടെ എല്ലാം ദീനിൻ്റെയും ആഖിറത്തിൻ്റെയും ഗുണത്തിന് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഖാദിമാർ അറിവ് കൂടുതലുള്ളവരും താരതമ്യേന കുറവുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കാം. ഖാദിമാർ ഖളാവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു ഇസ്ലാമിക നിയമം പറയുമ്പോൾ, ഇസ്ലാമിക ഉമ്മത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ലഭിക്കാവുന്ന വിശ്വസ്തരായ ആലിമീങ്ങളുമായി കൂടിയാലോചിക്കുകയും ആലിമീങ്ങളുടെ വാക്കുകളും അവരുടെ നിർദ്ദേശങ്ങളും അവർ പറയുന്ന ശരീഅത്ത് നിയമങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് വിധി നടത്താനുള്ള ഒരു സന്മനസ് ഖാദിമാർക്ക് എല്ലാവർക്കും ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഒറ്റക്കാരും കൂടി, ഇസ്ലാമിക ഖാദിമാർ അവർ ഇസ്ലാമിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്. സമുദായത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ ഇസ്ലാമിൻ്റെ നേർചിത്രങ്ങളായി ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ സമുദായത്തിനകത്തും പുറത്തുള്ളവർ കണക്കാക്കുന്നത് ഖാദിമാരെയാണ്. അതുകൊണ്ട് ഖാദിമാർക്ക് ഉത്തരവാദിത്വം ഇനിയും കൂടുകയാണ്. ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നതെന്നും ഖാദിമാരിലൂടെയാണ് സമുദായത്തിന് പുറത്തുള്ളവർ വിശിഷ്യ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഖാദിമാർ അവരുടെ ജീവിതവും ഇടപെടലും ഒക്കെ പരമാവധി ഇസ്ലാമിക നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആവണം. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. ഇവിടെ വിവിധ സമുദായങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദം നിലനിർത്താൻ ഖാദിമാർ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖാദിമാരുടെ ഇടപെടൽ, മുസ്ലിം സമുദായ അംഗങ്ങളുടെ ഇടപെടലൊന്നും വിവിധ സമുദായക്കാരങ്ങൾ തമ്മിലുള്ള സഹകരണവും സൗഹാർദ്ദവും നഷ്ടപ്പെടാനോ സമുദായങ്ങൾക്കിടയിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാവാനോ കാരണമാവാൻ പാടില്ല.
ഇസ്ലാമിക നിയമമനുസരിച്ച് മാനവികതയ്ക്ക് ഇസ്ലാം വലിയ മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. മുസ്ലിമിനെ മാത്രമേ സഹായിക്കാവൂ എന്ന് ഇസ്ലാം മുസ്ലിങ്ങളോട് പറയുന്നില്ല. ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്റുൻ. മുസ്ലിം അല്ലെങ്കിലും മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും അമുസ്ലിം ആണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും മതമേതുമില്ലാത്തവനാണെങ്കിലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, രോഗചികിത്സ തുടങ്ങിയ മാനുഷിക കാര്യങ്ങളിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. ഏത് മതക്കാരനെയും മതമില്ലാത്ത ആരെയും സഹായിച്ചാലും അവർക്ക് സൗജന്യങ്ങളും ഭക്ഷണം, വസ്ത്രം, രോഗചികിത്സക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്താൽ മുസ്ലിമിന് അത് പ്രതിഫലാർഹമാണ്, ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിമാരല്ലാത്ത മുസ്ലിം നേതാക്കളും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസപ്രകാരം ഇസ്ലാമും കുഫറും തമ്മിൽ യാതൊരു സൗഹാർദ്ദവും ഇല്ല. ഇസ്ലാമുമായി 100% വിരുദ്ധമാണ് കുഫർ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ, സമുദായ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കുഫറിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നല്ല. മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി മറ്റ് മതക്കാരോടും മനുഷ്യരാണെന്ന നിലക്കിടപെടുകയും സൗജന്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അവരുടെ കൂടെ നിർവഹിക്കുകയും ചെയ്യാം. അവർക്ക് ഭക്ഷണം നൽകാം, വസ്ത്രം നൽകാം, രോഗചികിത്സയ്ക്ക് സഹായിക്കാം, ഇടപാടുകളിൽ അവരുമായി സഹകരിക്കാം, വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ വേദികളിൽ പങ്കെടുക്കാം. അതേസമയം 100% ഇസ്ലാമിന് വിരുദ്ധമായ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളുടെ നിർമ്മാണങ്ങളിലും അവരുടെ ദൈവികമായ പ്രതിഷ്ഠകളിലുമൊന്നും ഖാദിമാരും മുസ്ലിം പണ്ഡിതന്മാരും പങ്കെടുക്കുന്നത് ശരിയല്ല. അത് ഇസ്ലാമികമായി വളരെ അപകടം ചെയ്യുന്നതാണ്. സൗഹാർദ്ദം അതിര് കവിയരുത് എന്ന് ഖാദിമാരെയും എൻ്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം നേതാക്കളെയും വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൗഹാർദ്ദത്തിൻ്റെ പേരിൽ മാനവികത ഉൾക്കൊള്ളണം, മനുഷ്യരെന്ന നിലക്ക് ഉൾക്കൊള്ളുകയും മാനുഷിക കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും വേണം. അതേസമയം മറ്റൊരു മതത്തിൻ്റെ മതപരമായ കാര്യങ്ങളിലും ആരാധനകളിലും ആരാധനാലയങ്ങളിലും കുഫറിന് സഹായമാകുന്ന ഒരു സാന്നിധ്യം പോലും മുസ്ലിമിന് പറ്റിയതല്ല. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഖാദിമാർ പ്രതിദാനം ചെയ്യുന്നത് ഇസ്ലാമിനെയാണ്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് തന്നെ ഇതര സമുദായങ്ങളോട് മാനുഷിക സഹകരണവും സൗഹാർദ്ദവും ഒക്കെ നല്ല നിലക്ക് കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ മുസ്ലിമിന് മുസ്ലിമായി തന്നെ ജീവിക്കാം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ആചാരങ്ങളുടെ കൈമാറ്റമല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതാചാരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടന്നുകയറ്റമല്ല. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഉമ്മത്തിലെ ഖാദിമാരാണെന്ന് പറയുമ്പോൾ വിനയത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അധിക പ്രസംഗമായി ആർക്കും തോന്നരുത്, പക്ഷെ ഇതും പറയേണ്ട സംഗതിയാണല്ലോ. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ആദരണീയരായ ഖാദിമാർ ആലിമീങ്ങളാണ്, സയ്യിദന്മാരാണ്, അവരൊക്കെ ആദരിക്കപ്പെടേണ്ടവരാണ്. അള്ളാഹു നമ്മുടെ ഖാദിമാർക്ക് ഇസ്സത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അതേസമയം ഞാൻ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. അഹ്ലുസുന്നയുടെ ഖാദിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമുദായത്തിൻ്റെ അകത്ത് ബിദഅത്തുള്ളവരും മുബ്തദികളും അല്ലാത്തവരും ഉണ്ടാകും. അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും ഈ ഉമ്മത്തിലുണ്ടാകും. ഒരുപക്ഷേ രാഷ്ട്രീയ രംഗത്തും മറ്റ് ഇടപെടലുകളിലൊക്കെ പരസ്പരം കൂടിയിരിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാലും അഹ്ലുസുന്ന വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ആദരണീയരായ ഖാദിമാർ മുബ്തദിഈകളുടെ ചതിപ്രയോഗങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുബ്തദിഈങ്ങളുടെ ബിദ്അത്തിന്റെ അവരുടെ സംഘടനകളുടെ ഔദ്യോഗികമായ സ്ഥാപനങ്ങളുടെയും സമ്മേളനങ്ങളുടെയും വേദികളിൽ മുസ്ലിം അഹ്ലുസുന്നയുടെ ഖാദിമാർ സാന്നിധ്യം അറിയിച്ചുകൂടാ. ബിദ്അത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടകനാകേണ്ടത് അവനല്ല നമ്മുടെ ഖാദിമാർ. ബിദ്അത്തിന്റെ സമ്മേളനങ്ങളിൽ ക്ഷേതാക്കളും അതിഥികളുമായി ബിദ്അത്തിന്റെ സ്റ്റേജിൽ അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ടെങ്കിലും അവരുടെ ബിദ്അത്തിനൊരു സഹായമാകുന്ന രൂപത്തിലോ ഖാദിമാരുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. മഹാനായ ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയതുപോലെ മുഴുവൻ ഖാദിമാരോട്, സാദാത്യങ്ങളോട്, ആലിമങ്ങളോട് എല്ലാവരോടും വീണ്ടും പറയുന്നു, വളരെ വിനയത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാ യുകാസിറു അഹ്ലൽ ബിദ്അ,
വിദഅത്തിന്റെ അഹ്ലുകാർക്ക് സഹായമാകുന്ന ഒരു സാന്നിധ്യം പോലും ഖാലിമാരിൽ നിന്നുണ്ടാവരുതേ. ഖാലിമാരുടെ ഇടപെടലുകൾ ഖൈറുകൾക്ക് വേണ്ടിയാകുമ്പോൾ അഭിനന്ദനീയമാണ്. രാജ്യത്തെ നിയമം അനുസരിച്ച് പരമാവധി മുസ്ലിങ്ങളിൽ ഇസ്ലാമിക ചിട്ടകൾ ഉണ്ടാക്കാൻ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ ബോധമുണ്ടാക്കാൻ ഏതെല്ലാം രൂപങ്ങളിൽ ഖാലിമാർക്ക് ഇടപെടാൻ കഴിയുമെങ്കിൽ അതിന് സഹായമായ കൂട്ടായ്മകളും സംവിധാനങ്ങളോടൊന്നും നമുക്ക് വിയോജിപ്പില്ല. ഖൈറായ സതുദ്ദേശത്തിലാണെങ്കിൽ, ഖൈറിന് വേണ്ടിയാണെങ്കിൽ അഭിനന്ദനീയമാണ്. അതേസമയം ഖാലിമാരുടെ ഇടപെടലും സംവിധാനങ്ങളുമൊന്നും നമ്മുടെ നാടുകളിലും മഹല്ലുകളിലും ബിദ്അത്ത് കയറിക്കൂടാനും പ്രചരിക്കാനും ഇടമായിക്കൂടാ. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ബിദ്അത്തുകാരുടെ ഔദ്യോഗിക സമ്മേളനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ സാന്നിധ്യം അറിയിക്കുന്നവരായി നമ്മുടെ ഖാലിമാർ തരം താഴ്ന്നു പോകരുത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ തന്നെ പൂർവികരായ സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും ഖാലിമാരെയും അത്തരം വിഷയത്തിൽ മാതൃകയാക്കണേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.